ഹലോ എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഡിഗ്രി ലെവൽ പ്രിലിംസിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ 2 ക്ലാസ് മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇംഗ്ലീഷിൻ്റെയും മലയാളത്തിൻ്റെയും 2 ക്ലാസ് ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവർ എന്ത് ചെയ്യുക, അതൊന്ന് ഓടിപ്പോയിട്ട് കാണുക. ഓടിപ്പോയിട്ടെന്ന് പറയാൻ കാരണം ഓടി എത്തിയാലേ ഇനി എത്തുള്ളൂ, കാരണം 2-3 ദിവസമേ ഉള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് ഫാസ്റ്റായിട്ടാണ് പറയണമെന്ന് എനിക്ക് വീഡിയോസ് കേൾക്കുമ്പോൾ തോന്നുന്നു. പക്ഷേ വേറെ വഴിയില്ല, നമ്മൾ ഓടി എത്തുക തന്നെ വേണം. മെല്ലെ ഇരുന്നിട്ട് കാര്യമില്ല. അപ്പോൾ ആദ്യം കുറച്ചൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും ചിലർക്ക്. പക്ഷേ നിങ്ങളിത് യൂസ്ഡ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ ഓക്കെ ആവും. നമ്മളെപ്പോഴും മെല്ലെ ഇരുന്ന് ക്ലാസ് കേൾക്കുന്നതിന് പകരം കുറച്ച് ഫാസ്റ്റായിട്ട് എപ്പോഴും കേട്ട് നോക്കിയാൽ അത് നിങ്ങൾക്ക് നല്ലൊരു യൂസ്ഫുൾ ആവും. നിങ്ങൾ ക്വസ്റ്റ്യൻ റീഡ് ചെയ്യുന്നതും ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ചെയ്യുന്നതും അതുപോലെ നിങ്ങൾ സ്റ്റഡീസും ഒക്കെ എന്ത് ചെയ്യും, ഫാസ്റ്റായിട്ട് മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. അപ്പം സ്ലോ ആയവർ അല്ലെങ്കിൽ കുറച്ച് സ്ലോ ആക്കണമെന്ന് തോന്നുന്നവർ ഇതൊന്ന് ശീലിച്ച് നോക്കൂ, നിങ്ങൾക്ക് നല്ല റിസൾട്ട് തന്നെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ആദ്യത്തെ ചോദ്യം, ചൂസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് സിനോണിം ഫോർ ദ അണ്ടർലൈൻഡ് വേർഡ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഐ ആം റെഡി ടു കൺസീഡ് ദാറ്റ് ദ ഡിസിഷൻ വാസ് എ റോങ് വൺ. എന്താ കൺസീഡ് എന്നുള്ളതിൻ്റെ സിനോണിം ആണ് എന്ത് ചെയ്തിട്ടുള്ളത്, നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. കൺസീഡ് എന്ന് പറഞ്ഞെങ്കിൽ അംഗീകരിക്കുക, അല്ലെങ്കിൽ ഞാൻ സമ്മതിക്കുന്നു. ഓക്കെ, ഞാൻ എടുത്ത ഡിസിഷൻ എന്താണ്, ആ ഡിസിഷൻ എന്താണ്, അത് റോങ് ആണെന്ന് ഞാൻ എന്ത് ചെയ്യുന്നു, സമ്മതിക്കുന്നു. അപ്പോൾ കൺസീഡ് എന്നുള്ളതിൻ്റെ സിനോണിം എന്താണ്, കൺസീഡിൻ്റെ സിനോണിം എന്താണ്, എഗ്രി ചെയ്യുക. അടുത്ത ചോദ്യം, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് ദ കറക്റ്റ് ഓപ്ഷൻ. He saw dash SI of police sitting under dash eucalyptus tree. അപ്പോൾ ഇതിൽ SI എന്നുള്ളത് അബ്രിവേഷൻ ആണ്. SI എന്ന് എങ്ങനെ എഴുതാം, SI എന്നല്ല എഴുതാം. അപ്പോൾ എ വരുന്നത് കൊണ്ട് തന്നെ ആൻ വേണം നമ്മൾ യൂസ് ചെയ്യാൻ. He saw an SI ഓഫ് പോലീസ് സിറ്റിംഗ് അണ്ടർ യൂക്കാലിപ്സ്. യു എന്നുള്ളത് യായാണ് അവിടെ പ്രൊനൗൺസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ യാ ആണ് ഉച്ചരിക്കുന്നത്. അതുകൊണ്ട് എ ആണ് വരിക. അതായത് ഹി സോ ആൻ SI ഓഫ് പോലീസ് സിറ്റിംഗ് അണ്ടർ എ യൂക്കാലിപ്സ് ട്രീ എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. അടുത്തത്, ഐഡൻറ്റിഫൈ ദ കറക്റ്റ് സെൻറ്റൻസ്. ഐ റെഡ് ദ ബുക്ക് യെസ്റ്റർഡേ. ഇവിടെ റീഡ്, റെഡ് V2 ആണെങ്കിലും V3 ആണെങ്കിലും റെഡ് തന്നെയാണ്. ഓക്കെ, ഇവിടെ യെസ്റ്റർഡേ എന്ന് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, V2 അല്ലെങ്കിൽ സിമ്പിൾ പാസ്റ്റ് ആണ് നമ്മൾ എന്ത് ചെയ്യണത്, യൂസ് ചെയ്യുക. സിമ്പിൾ പാസ്റ്റ് ആണ് യൂസ് ചെയ്യുക. ഇവിടെ V2 അല്ലെങ്കിൽ യെസ്റ്റർഡേ എന്നുള്ളത് കറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്, അതുകൊണ്ട് ഇത് V2 ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ഐ റെഡ് ദ ബുക്ക് യെസ്റ്റർഡേ എന്നുള്ളതാണ് എന്ത്, കറക്റ്റ് ആയിട്ടുള്ള സെൻറ്റൻസ്. ഐ ഹാവ് റെഡ് ദ ബുക്ക് യെസ്റ്റർഡേ അല്ല, ഐ ഹാസ് റെഡ് ദ ബുക്ക് യെസ്റ്റർഡേ അല്ല, ഐ ഹാസ് വരില്ല. ഐ വുഡ് റെഡ് ദ ബുക്ക് യെസ്റ്റർഡേ അതുമല്ല. അപ്പോൾ ഏതാണ് ആൻസർ വരിക, ഐ റെഡ് ദ ബുക്ക് യെസ്റ്റർഡേ. നമ്മൾ ഇങ്ങനെ സ്പെസിഫിക് ആയിട്ടൊരു ടൈം പറയുകയാണെങ്കിൽ നമ്മൾ എപ്പോഴും എന്ത് ചെയ്തിട്ടുണ്ടാവും, അതൊരു സിമ്പിൾ പാസ്റ്റ് സെൻറ്റൻസ് ആയിരിക്കും. യെസ്റ്റർഡേ നൈറ്റ് എന്നോ, യെസ്റ്റർഡേ മോർണിംഗ് എന്നോ, ലാസ്റ്റ് മന്ത് എന്നോ, ഇൻ 1991 എന്നോ, അങ്ങനെയൊക്കെ സ്പെസിഫിക് ആയിട്ടൊരു ടൈം പറയുകയാണെങ്കിൽ ആ സെൻറ്റൻസ് മിക്കവാറും PSC തന്നിട്ടുള്ള ഒരുപാട് ഓപ്ഷൻസ് അല്ലെങ്കിൽ ഒരുപാട് സെൻറ്റൻസ് ഇപ്പോൾ ഞാൻ അങ്ങനെ കണ്ടു, മിക്കതും എന്തായിരിക്കും, സിമ്പിൾ പാസ്റ്റ് ടെൻസിലായിരിക്കും. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കാം. ലെറ്റസ് ഗോ ടു ദ ബീച്ച്. അപ്പോൾ ലെറ്റസ് വെച്ചിട്ടാണ് ഒരു വാക്യം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്, അല്ലേ, ഒരു സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ലെറ്റസ് വെച്ചിട്ടാണ്. ലെറ്റസ് വെച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിൻ്റെ ടാഗ് എങ്ങനെയായിരിക്കും, ഷാൽവി ആയിരിക്കും. ലെറ്റസ് വെച്ച് തുടങ്ങുന്ന ഒരു സെൻറ്റൻസിൻ്റെ ടാഗ് എന്തായിരിക്കും, ഷാൽവി ആയിരിക്കും. ഇനി ഐഡൻറ്റിഫൈ ദ കറക്റ്റ് പ്ലൂറൽ ഫോം ഓഫ് കമാൻഡർ ഇൻ ചീഫ്. കമാൻഡർ ഇൻ ചീഫിൻ്റെ പ്ലൂറൽ ഫോം എന്താണെന്നാണ് ചോദ്യം. കമാൻഡേഴ്സ് ഇൻ ചീഫ് ആണ്, കമാൻഡർ ഇൻ ചീഫ്സ് അല്ല, കമാൻഡേഴ്സ് ഇൻ ചീഫ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, അടുത്തത്, കംപ്ലീറ്റ് ദ സെൻറ്റൻസ് വിത്ത് ദ കറക്റ്റ് കണ്ടീഷണൽ ക്ലോസ് ആണ്. ഇത് കണ്ടീഷണൽ അല്ലെങ്കിൽ ഇഫ് ക്ലോസ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇഫ് ഐ ഹാഡ് ഗോൺ ടു ന്യൂ ഡൽഹി. ഇഫ് ഐ ഹാഡ് ഗോൺ ടു ന്യൂ ഡൽഹി എന്താ, ഹാഡ് V3 വന്നു അല്ലേ, ഹാഡ് V3 വന്നു. അതുകൊണ്ട് തന്നെ അടുത്ത സെൻറ്റൻസിൽ എന്തുണ്ടാവണം, വുഡ് ഹാവ് അല്ലെങ്കിൽ കുഡ് ഹാവ് പ്ലസ് V3 വരണം, കുഡ് ഹാവ് പ്ലസ് V3 വരണം, കുഡ് ഹാവ് പ്ലസ് V3 വരണം. അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കിയേ. ഐ കുഡ് സീ അല്ല, ഐ കുഡ് ഹാവ് സീൻ, കണ്ടോ, കുഡ് ഹാവ് V3 വന്നു. ഐ കുഡ് ഹാവ് സീൻ ദ കുത്തബ് മിനാർ. ഇഫ് ഐ ഹാഡ് ഗോൺ ടു ഡൽഹി, ഹാഡ് ഗോൺ, ഹാഡ് V3 വന്നു. അപ്പോൾ എന്ത് വരണം, കുഡ് ഹാവ് സീൻ, കുഡ് ഹാവ് V3 വന്നു. അപ്പോൾ സെൻറ്റൻസ് ഏതാണ് ശരി, കുഡ് ഹാവ് സീൻ ദ കുത്തബ് മിനാർ. ഇഫ് ഐ ഹാഡ് ഗോൺ ടു ഡൽഹി, ഐ കുഡ് ഹാവ് സീൻ ദ കുത്തബ് മിനാർ. ഓക്കെ, അടുത്തത്, ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് വിത്ത് ദ കറക്റ്റ് ഓപ്ഷൻ എന്നാണ് ചോദ്യം. എ ന്യൂ മൊബൈൽ ടവർ നെക്സ്റ്റ് മന്ത്. എ ന്യൂ മൊബൈൽ ടവർ ഡാഷ് നെക്സ്റ്റ് മന്ത്. ഓക്കെ, അടുത്ത മന്തിൽ ഒരു ന്യൂ ആയിട്ടുള്ള മൊബൈൽ ടവർ ഇൻസ്റ്റാൾ ചെയ്യും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഈസ് ബീങ് ഇൻസ്റ്റാൾഡ് ആണോ, ഈസ് ബീങ് ഇൻസ്റ്റാൾഡ് ആണോ, ഈസ് ഇൻസ്റ്റാൾഡ് ആണോ, ഈസ് ബീങ് ഇൻസ്റ്റാൾഡ് ആണോ, ഈസ് ബീങ് ഇൻസ്റ്റാൾഡ് ആണെന്ത് ആൻസർ വരിക. ഈസിൻ്റെ കൂടെ ബി വരില്ല, ഈസിൻ്റെ കൂടെ ബീൻ എന്നുള്ളതും യൂസ് ചെയ്യില്ല. അപ്പോൾ ആദ്യത്തെയും രണ്ടാമത്തെയും ഓപ്ഷൻ എന്ത് ചെയ്തിട്ടുണ്ട്, ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. ഈസ് ഇൻസ്റ്റാൾഡ് എന്ന് പറയില്ല. ഓക്കെ, ഈസ് ഇൻസ്റ്റാൾഡ് നെക്സ്റ്റ് മന്ത് ആണ്, ഈസ് ഇൻസ്റ്റാൾഡ് എന്ന് പറയില്ല. അപ്പോൾ ഈസ് ബീങ് ഇൻസ്റ്റാൾഡ് ആണെന്ത് ഓപ്ഷൻ കറക്റ്റ് ആയിട്ടുള്ളത്. ഓക്കെ,
അടുത്ത ചോദ്യം നോക്കാം. ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് വിത്ത് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഓപ്ഷൻ എന്നാണ് പറയണേ. ഐ ഡാഷ് യു ടു എ ഡ്വൽ എന്ന് പറഞ്ഞാൽ എന്താ, ദ്വന്ദ്വ യുദ്ധത്തിനാണ് വിളിക്കുന്നത്. അന്ന് പറഞ്ഞാൽ എന്താണ്, ഐ ഡാഷ് യു ടു എ ഡ്വൽ എന്ന് പറഞ്ഞാൽ ഐ ഡെയർ യു ടു എ ഡ്വൽ, അതായത് ഞാൻ പോരിന് വിളിക്കുകയാണ് അല്ലേ. ഇവിടെ പോരിന് വിളിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ ധൈര്യം ഉണ്ടെങ്കിൽ വാടാ എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ ഒരു മീനിങ്ങിൽ എടുക്കുന്നത് ഐ ഡെയർ യു ടു എ ഡ്വൽ. ഡ്വൽ എന്ന് പറഞ്ഞാൽ എന്താ, ദ്വന്ദ്വയുദ്ധം. ഓക്കെ, ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് വിത്ത് അപ്രോപ്രിയേറ്റ് പ്രിപ്പോസിഷൻ ആണ്. ഐ വിൽ സീ യു അറ്റ് 9 o'clock. സമയം പറയുമ്പോൾ, കൃത്യമായൊരു സമയം പറയുമ്പോൾ എവിടെയാണ്, അല്ലെങ്കിൽ കൃത്യമായിട്ടൊരു സ്ഥലം പറയുമ്പോൾ നമ്മൾ എന്താ യൂസ് ചെയ്യുക, അറ്റാണ് യൂസ് ചെയ്യുക. ചൂസ് ദ കറക്റ്റ് ഇൻഡയറക്റ്റ് ഫോം ഓഫ് ദ ഗിവൺ സെൻറ്റൻസ്. ഡോണ്ട് ഗോ നിയർ ദ ബീച്ച്, അലൻ ദ മദർ സെഡ്. അലനോട് അമ്മ എന്താ പറഞ്ഞേ, ഡോണ്ട് ഗോ നിയർ ദ ബീച്ച്, ബീച്ചിനടുത്തൊന്നും പോവരുത്. ആക്റ്റീവ് സെൻറ്റൻസിലായിട്ട്, അല്ലെങ്കിൽ ഒരു ഡയറക്റ്റ് സെൻറ്റൻസിൽ ഡോണ്ട് ഗോ എന്ന് തന്നു കഴിഞ്ഞാൽ, ഒരു ഡയറക്റ്റ് സെൻറ്റൻസിൽ ഡോണ്ട് വെച്ചിട്ട് സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റിപ്പോർട്ടഡിൽ എന്താണ്ടാവുക, നോട്ട് ടു എന്നുണ്ടാവും. എന്താണ്, നോട്ട് ടു എന്നുള്ളത് ഉണ്ടാവും. അപ്പോൾ നോട്ട് ടു ഉള്ളത് മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, റിമൂവ് ചെയ്യാം. ഓക്കെ, ഡോണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോട്ട് ടു എന്നുള്ളത് വരും. ഓക്കെ, ദ മദർ ടോൾഡ് ഹിം നോട്ട് ടു ഗോ നിയർ ദ ബീച്ച്. ദ മദർ ടോൾഡ് അലൻ നോട്ട് ടു ഗോ നിയർ ദ ബീച്ച്. ഇതിലേതാ വരാം, ഇവിടെ അമ്മ അലനോടാണ് പറഞ്ഞത്. ഓക്കെ, അമ്മ അലനോട് പറഞ്ഞു എന്നുള്ളത് കൊണ്ട് മദർ ടോൾഡ് അലൻ നോട്ട് ടു ഗോ നിയർ ദ ബീച്ച് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ആൻസർ. ഇനി ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് വിത്ത് ദ കറക്റ്റ് ഓപ്ഷൻ. സൺഫ്ലവർ ഈസ് ഡാഷ് ദാൻ ജാസ്മിൻ. ഇവിടെ ദാൻ വന്നതുകൊണ്ട് തന്നെ കമ്പാരിറ്റീവ് ഡിഗ്രിയാണ്. അപ്പോൾ കമ്പാരിറ്റീവ് ബ്യൂട്ടിഫുളിൻ്റെ കമ്പാരിറ്റീവ് ഫോം എന്താണ്, മോർ ബ്യൂട്ടിഫുൾ ആണ്. ഓക്കെ, അപ്പോൾ ഏതാ വരിക, ഓപ്ഷൻ എ ആണ്, മോർ ബ്യൂട്ടിഫുൾ ആണ് ശരിയായിട്ടുള്ള ആൻസർ. ഇനി ഐഡന്റിഫൈ ദ സെഗ്മെന്റ് ഓഫ് ദ സെന്റൻസ് ദാറ്റ് കണ്ടെയ്ൻസ് എ ഗ്രാമാറ്റിക്കൽ എറർ എന്നാണ് പറഞ്ഞത്. എറർ ഇല്ലെങ്കിൽ ഓപ്ഷൻ നോ എറർ എന്നുള്ളത് തിരഞ്ഞെടുത്താൽ മതി, ഓപ്ഷൻ ഡി തിരഞ്ഞെടുത്താൽ മതി എന്നാണ് പറഞ്ഞത്. ദോ ടോം സ്റ്റഡീഡ് ഹാർഡ്ലി ത്രൂ ഔട്ട് ദ നൈറ്റ് ഹി കുഡ് നോട്ട് പാസ് ദ എക്സാം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഹാർഡ്ലി എന്നുള്ളത് ഓൾറെഡി ഒരു നെഗറ്റീവ് വേർഡാണ്. ഇവിടെ കുഡ് നോട്ട് എന്നും വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു സെൻറ്റൻസ് തന്നെ എന്ത് വരില്ല, നോട്ട് വരില്ല. അത് മാത്രമല്ല ഹാർഡ്ലി എന്നുള്ളത് ഒരു നെഗറ്റീവ് സെൻറ്റൻസ് ആണ്. എന്താ ശരിക്കും അവിടെ വരിക, ഹാർഡ് എന്നുള്ളതാണ് വരിക. ഓക്കെ, ദോ ടോം സ്റ്റഡീഡ് ഹാർഡ് ത്രൂ ഔട്ട് ദ നൈറ്റ് ഹി കുഡ് നോട്ട് പാസ് ദ എക്സാം. അപ്പോൾ ഏതാണ് ഓപ്ഷൻ വരിക, എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ വരിക. അത് ശ്രദ്ധിക്കണം കേട്ടോ. ഒരു സെൻറ്റൻസിൽ തന്നെ 2 നെഗറ്റീവ് വേർഡ്സ് ഉണ്ടോ എന്നുള്ളതൊക്കെ നോക്കിയിട്ട് ഏതാണ് നമുക്ക് റിമൂവ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ നെഗറ്റീവ് സെൻറ്റൻസ് കണ്ടുപിടിച്ചാൽ നമുക്ക് മനസ്സിലാവും ഏത് വേണം നമുക്ക് റിമൂവ് ചെയ്യണമെന്നല്ല കേട്ടോ. ഓക്കെ, ദോ ടോം സ്റ്റഡീഡ് ഹാർഡ് എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യുക, പറയുക. ഓക്കെ, ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് വിത്ത് ദ കറക്റ്റ് ഓപ്ഷൻ ആണ്. മേക്ക് ഷുവർ ദാറ്റ് ഓൾ അറേഞ്ച്മെൻറ്റ്സ് ആർ പെർഫെക്റ്റ് പ്രയർ ഡാഷ് ദ ഇനാഗുറൽ ഫംഗ്ഷൻ. ഈ പ്രയർ, സുപ്പീരിയർ, ഇൻഫീരിയർ, പ്രിഫർ എന്നൊക്കെ വരുമ്പോൾ അതിൻ്റെ കൂടെ പ്രപ്പോസിഷൻ എന്താ വരിക, ടു ആണ് വരിക. ഓക്കെ, മേക്ക് ഷുവർ ദാറ്റ് ആൾ അറേഞ്ച്മെൻറ്റ്സ് ആർ പെർഫെക്റ്റ് പ്രയർ ടു ദ ഇനാഗുറൽ ഫംഗ്ഷൻ. അപ്പോൾ പ്രയറിൻ്റെ കൂടെ വരുന്നത് ഏതാ വരിക, ടു ആണ് വരിക. പ്രിഫർ ആണെങ്കിലും സുപ്പീരിയർ ആണെങ്കിലും ഇൻഫീരിയർ ആണെങ്കിലും ഒക്കെ പ്രപ്പോസിഷൻ എന്താണ് വരുന്നത്, ടു ആണ് വരുന്നത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കാം. Select the most appropriate option to improve the underlined segment grammatically. Either Anil or his friends has completed the painting. ഈ either or വരുന്ന സമയത്ത് ഈ സെക്കൻഡ് സബ്ജക്റ്റിനനുസരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, വെർബ് ഫിനിഷ് ചെയ്യുക. ഇപ്പോൾ ഫ്രണ്ട്സ് ആണ്, അപ്പോൾ ഫ്രണ്ട്സ് ആകുമ്പോൾ ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ എഴുതുക, ഹാസ് കംപ്ലീറ്റഡ് ആണോ, ഹാവ് കംപ്ലീറ്റഡ് ആണോ, ഹാവ് കംപ്ലീറ്റഡ് ആണ് യൂസ് ചെയ്യുക. ഓക്കെ, എയ്തർ അനിൽ ഓർ ഹിസ് ഫ്രണ്ട്സ്, എയ്തർ ഓർ വന്നാൽ, നെയ്തർ ഓർ വന്നാൽ, വെദർ ഓർ വന്നാൽ നമ്മൾ സെക്കൻഡ് ആയിട്ടുള്ള സബ്ജക്റ്റിനെ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ വെർബ് എഴുതുക. ഓക്കെ, അപ്പോൾ ഹാസ് കംപ്ലീറ്റഡ് അല്ല, ഫ്രണ്ട്സ് പ്ലൂരലാണ്, അതുകൊണ്ട് ഹാവ് കംപ്ലീറ്റഡ് ആണ് എന്ത് ചെയ്യുക, നമ്മളവിടെ യൂസ് ചെയ്യുക. ഇനി സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് മീനിങ് ഓഫ് ദ ഗിവൻ ഇഡിയം. അറ്റ് 6 and 7 എന്ന് പറഞ്ഞാൽ എന്താണ്, അതൊരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള സ്റ്റേറ്റ് ആണ്. അറ്റ് 6 and 7 എന്ന് പറഞ്ഞാൽ അതൊരു കൺഫ്യൂസ്ഡ് അല്ലെങ്കിൽ ബുദ്ധിമുട്ടുള്ള ഒരു സ്റ്റേറ്റ് ആണ് എന്നുള്ളതാണ് മീനിങ്. സെലക്ട് ദ ആൾട്ടർനേറ്റീവ് വിച്ച് ഇസ് ദ ബെസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ഗിവൺ ഫ്രേസ്. എ പേഴ്സൺ അപ്പോയിന്റഡ് ടു സെറ്റിൽ എ ഡിസ്പ്യൂട്ട്, ഒരു വഴക്ക് അല്ലെങ്കിൽ ഒരു തർക്കം, അത് സെറ്റിൽ ചെയ്യുന്ന ആളെ പറയുന്ന പേരെന്താണ്, മധ്യസ്ഥൻ അല്ലെങ്കിൽ ആർബിട്രേറ്റർ എന്ന് പറയും. ഓക്കെ, വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് OTT? OTT എന്ന് പറഞ്ഞാൽ ഓവർ ദ ടോപ്പ് എന്നാണ്. ഓവർ ദ ടോപ്പ് എന്നുള്ളതാണ് OTTയുടെ ഫുൾ ഫോം. ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ ടു ഫിൽ ദ ബ്ലാങ്ക്. ലക്ഷ്മി ഈസ് ആൻ ഡാഷ് ഓഫ് അവർ കോളേജ്. എന്താ പറയുക, ലക്ഷ്മി ഈസ് ആൻ അലൂംന. അലൂംന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്കൂളിലോ കോളേജിലോ പഠിച്ചിട്ടുള്ള പൂർവ്വ വിദ്യാർത്ഥിനി ആണ് അലൂംന. വിദ്യാർത്ഥിനികൾ എന്നുള്ളതിന് എന്താ പറയുക, അലൂമിനെ എന്ന് പറയും. ഇനി അത് ആൺകുട്ടിയാണെങ്കിലോ അലൂംനസ് എന്നാണ് പറയുക. പൂർവ്വ വിദ്യാർത്ഥിയായിട്ടുള്ള ആൺകുട്ടിയാണെങ്കിൽ അലൂമിനസ് ആണെന്ന് പറയുക. ആൺകുട്ടികളുടെ പ്ലൂറൽ ആണെങ്കിൽ എന്ത് പറയും, അലൂമിനൈ എന്ന് പറയും. ഓക്കെ, അപ്പോൾ അലൂംന ആ വരുമ്പോൾ ലക്ഷ്മി ഈസ് ആൻ
അലൂമിന ഓഫ് എ കോളേജ് എന്ന് പറഞ്ഞാൽ പെൺകുട്ടിയാണ്. പെൺകുട്ടികളുടെ കൂട്ടമാണെങ്കിൽ അലൂമിനെ എന്ന് വരും. ഇഫ് അതൊരു ആൺകുട്ടി ആയിരുന്നെങ്കിൽ അലൂമിനസ് വന്നേനെ, അതിന്റെ പ്ലൂറൽ ആണെങ്കിൽ അലൂമിനായി വരും. ഇത് മറക്കല്ലേ, അലൂമിന, ന ന ന ന, എപ്പോഴും പെൺകുട്ടികളല്ലേ ഈ നോ നോ എന്ന് പറയുന്നത്. അപ്പം ന എന്നുള്ളത് പെൺകുട്ടികളാണെന്ന് ഓർത്താൽ മതി കേട്ടോ. ഇനി കംപ്ലീറ്റ് ദ സെന്റൻസ് വിത്ത് ദ കറക്റ്റ് ഓപ്ഷൻ ആണേ. ഡാഷ് ടീച്ചർ ദ സ്റ്റുഡൻസ് സ്റ്റോപ്ഡ് ടോക്കിംഗ്. ഡാഷ് ദ ടീച്ചർ ദ സ്റ്റുഡൻസ് സ്റ്റോപ്ഡ് ടോക്കിംഗ് എന്നുള്ളതാണ് സെൻറ്റൻസ്. അപ്പോൾ സോ ആണോ, സീസ് ആണോ, സീൻ ആണോ, സീയിങ് ആണോ? ആൻസർ വരുന്നത് സീയിങ് ആണ്. എന്തുകൊണ്ടാണ്? ഈ സോ എന്നുള്ളതും സീസ് എന്നുള്ളതും ഒരു സെൻറ്റൻസിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ വരില്ല. ഒരു സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഹീ സോ അല്ലെങ്കിൽ ഷീ സോ അങ്ങനെ ഒരു സബ്ജക്റ്റിൻ്റെ കൂടെ മാത്രമാണ് ഒരു V1 അല്ലെങ്കിൽ പ്രസൻറ്റ് ഫോമും വരുള്ളൂ. അതായത് സോ എന്നുള്ളതും സീസ് എന്നുള്ളതും ഒരു സബ്ജക്റ്റിൻ്റെ കൂടെ മാത്രമാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഏതാ? സീനാണ് അല്ലേ. ഈ സീൻ എന്ന് പറയുന്നത് V3 ഫോമാണ്. അപ്പോൾ V3 ഫോം വരണമെങ്കിൽ സെൻറ്റൻസിൽ എന്ത് വേണം? ഒരു ബൈ ഫോം വേണം. ഇവിടെ ബൈ ഫോം ഇല്ല. അപ്പോൾ നമുക്ക് ഏറ്റവും ആക്റ്റീവ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ ഓപ്റ്റ് ആയിട്ടുള്ളത് ഏതാണ്? സീയിങ് എന്നുള്ളതാണ്. മനസ്സിലായോ? എ ഓപ്ഷനും ബി ഓപ്ഷനും നമ്മൾ എന്തുകൊണ്ട് യൂസ് ചെയ്തില്ല? S1 ആണെങ്കിലും അല്ലെങ്കിൽ V1 ആണെങ്കിലും എസ് ഫോം ഉള്ളതാണെങ്കിലും ഒരു സബ്ജക്റ്റ് വേണം. ഇവിടെ സെൻറ്റൻസിൽ സബ്ജക്റ്റ് ഇല്ല, ഡയറക്റ്റ് ആയിട്ട് ആ വെർബ് വെച്ചിട്ടാണ് സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരിക്കലും അത് മാച്ച് ആവില്ല. പിന്നെ സീൻ എന്നുള്ളത് V3 ഫോമാണ്. ഈ V3 ഫോം എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് അല്ലേ. ഇത് നമ്മളൊരു തുടക്കത്തിൽ ഉപയോഗിക്കുകയാണെങ്കിൽ എന്ത് വരണം? അത് പാസീവ് വോയിസിലാണ് വരിക. പാസീവ് വോയിസിൽ വരിക എന്ന് പറയുമ്പോൾ ആ സെൻറ്റൻസിൽ എന്ത് കാണും? ബൈ എന്നുള്ള ഫോം കാണും. പക്ഷെ അതില്ല. അപ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഓപ്ഷൻ ഏതേ ഉള്ളൂ? സീയിങ്ങേ ഉള്ളൂ. ഓക്കെ, ചൂസ് ദ കറക്റ്റ് പ്ലൂറൽ ഫോം ഓഫ് ദ വേർഡ് സ്റ്റിമുലസ്. സ്റ്റിമുലസിൻ്റെ പ്ലൂറൽ ഫോം ഏതാണ്? സ്റ്റിമുലൈ എന്നുള്ളതാണ് സ്റ്റിമുലസിൻ്റെ കറക്റ്റ് പ്ലൂറൽ ഫോം. ഓക്കെ, ഇനി അടുത്തത് കുറച്ച് മലയാളം ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നോക്കിയാലോ, മലയാളം ഡയറക്റ്റായിട്ട് മലയാളത്തിലേക്ക് പോകാം. ഓക്കെ, ഇനി മണൽ പ്ലസ് അരണ്യം അത് ചേർത്ത് എഴുതിയാൽ എന്ത് വരും? എന്ത് വരും? മണൽ പ്ലസ് അരണ്യം. മണലാരണ്യമാണോ, മണലരണ്യമാണോ, മണലോരണ്യമാണോ? ഇവയൊന്നുമല്ല. ഏതാ വരിക? മണലരണ്യം. എന്താണ്? മണലരണ്യം. മണൽ പ്ലസ് അരണ്യം എന്നുള്ളൂ, ആരണ്യം ഇല്ല. ശ്രദ്ധിക്കണേ, ഇത് പെട്ടെന്ന് തെറ്റിപ്പോകാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യനാ. മണൽ പ്ലസ് അരണ്യമേ ഉള്ളൂ. മണലരണ്യം എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ, ഇനി കിഴക്കോട്ടേക്ക്, മേലോട്ടേക്ക് തുടങ്ങിയ ഉദാഹരണങ്ങളിൽ ആവർത്തന ശബ്ദം ഏതാണ്? ഏതാണ് ആവർത്തന ശബ്ദം? എയ്ക്ക് എന്നുള്ളതാണ് എന്ത്? ആവർത്തന ശബ്ദം. വേദവാക്യം എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? വേദവാക്യം എന്താണ്? അലംഘനീയമായ അഭിപ്രായം. നിനക്ക് അവന് നീ പറയുന്നതാണ് വേദവാക്യം എന്ന് പറഞ്ഞാൽ അവൻ പറയുന്നത് എന്ത് ചെയ്യില്ല? നമ്മൾ ലംഘിക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞാൽ അലംഘനീയമായ അഭിപ്രായം എന്നുള്ളതാണ് വേദവാക്യം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. താഴെ പറയുന്നവയിൽ ഓളത്തിന്റെ പര്യായം അല്ലാത്തത്. ഓളം, ഓളം, ഓളം എന്താണ്? ഭംഗമാണോ, തരംഗമാണോ, വീജിയാണോ, ആളമാണോ? ആളമാണ് ഓളം അല്ലാത്തത് കേട്ടോ. ആളത്തിന് ഓളമില്ല. ഭംഗം എന്ന് പറഞ്ഞാലും തരംഗം എന്ന് പറഞ്ഞാലും വീജി എന്ന് പറഞ്ഞാലും എന്താണ്? ഓളമാണ്. ആഴി വീജി, ആഴിയിലെ വീജി. ഓക്കെ, തരംഗം നമ്മൾ പറയണ്ടല്ലോ, നമ്മൾ വേവിന്റെ സ്ട്രക്ചർ തന്നെ തരംഗമാണ് നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ. ഭംഗം എന്ന് പറയുന്നതും എന്താണ്? ഓളത്തിന്റെ പര്യായമാണ്. ഭംഗം, തരംഗം, വീജി. ഭംഗം, തരംഗം, വീജി എന്താണ്? ഓളമാണ്. എന്നാൽ ആളം എന്തല്ല? ഓളമല്ല. ശരിയായ പദം തിരിച്ചറിയുക. അസ്തമനം ആണോ? ഇത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഈ അസ്തമനം, അസ്തമയം, അസ്തമയം ആണോ, അസ്തമനം ആണോ, അസ്തമാനം ആണോ, അസ്താമയം ആണോ? ഏതാണ് വരിക? മനം ആണോ? ഇത് രണ്ടും അല്ലാതെ നിങ്ങൾക്ക് അറിയാം. ഇനി അസ്തമയം ആണോ അസ്തമനമാണോ എന്നുള്ളതിൽ തീരുമാനമാക്കിയാൽ മതി മക്കളെ. അസ്തമയം ആണ്. നമ്മൾ അറിയാതെ പോലും അസ്തമനം എന്ന് പറഞ്ഞൂടെ. ഇത് തെറ്റായിട്ട് പലതരത്തിൽ പല സ്ഥലങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഉച്ചരിക്കുന്നുണ്ട്. സൂര്യാസ്തമനം കണ്ടു മടങ്ങി വരികയാണെന്നൊക്കെ പറയില്ലേ? തെറ്റാണ്. അസ്തമയമാണ് എന്ത്? ശരിയായിട്ടുള്ള ഉച്ചാരണം അല്ലെങ്കിൽ ശരിയായിട്ടുള്ള പദം. അസ്തമയം, അസ്തമയം, അസ്തമയം. തെറ്റിപ്പോവരുത്. അസ്തമയം. ഇനി സ്വജീവിതത്തിൽ അച്ചടക്കം പാലിക്കാത്ത അധ്യാപകർ കുട്ടികളോട് അച്ചടക്കത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നത് വിരോധാഭാസമാണ് എന്നാണ് നമുക്ക് പറയാൻ തോന്നുക. പക്ഷെ അതല്ല, വൈരുദ്ധ്യമാണ് എന്നുള്ളതാണ് PSC കൊടുത്തിട്ടുള്ള ആൻസർ. സ്വജീവിതത്തിൽ അച്ചടക്കം പാലിക്കാത്ത അധ്യാപകർ കുട്ടികളോട് അച്ചടക്കത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നത് വൈരുദ്ധ്യമാണ് എന്നുള്ളത് വേണം ചിന്തിക്കാൻ. ഓക്കെ, മരങ്ങൾ അതെങ്ങനെയാണ് പിരിച്ചെഴുതുക? മരം പ്ലസ് കള്ളാണെന്ത്? മരങ്ങൾ. മരം പ്ലസ് കൾ, മരങ്ങൾ. ഒന്നുകൂടി പറഞ്ഞേ, മരം പ്ലസ് കൾ. കൂടെ പറ. മരം പ്ലസ് കള്ളാണെന്ത്? മരങ്ങൾ. മരം പ്ലസ് കൾ, മരങ്ങൾ. അടുത്തത് വട്ടം പ്ലസ് പലക. എന്താ വരിക? വട്ടം പ്ലസ് പലക ചേർത്ത് എഴുതികൾ. വട്ടപ്പലക. അവിടെ ഇരട്ടിക്കുന്നുണ്ട്. വട്ടപ്പലക. വട്ടം പ്ലസ് പലക എന്താവും? വട്ടപ്പലക. കുഞ്ഞുങ്ങൾ എന്ന പദത്തിലെ വചന പ്രത്യയം എന്താണ്? കുഞ്ഞുങ്ങൾ. ഏതാണ്? കള്ളാണ് വചന പ്രത്യയം. കുഞ്ഞുങ്ങൾ എന്ന പദത്തിലെ വചന പ്രത്യയം എന്താണ്? കള്ളാണ്. ഇനി ശരിയായ വാക്യം എഴുതുക. വരനും വധുവും തമ്മിൽ മാലയിട്ടു. വരനും വധുവും അന്യോന്യം വിവാഹിതരായി.
വരനും വധുവും തമ്മിൽ വിവാഹിതരായി. വരനും വധുവും അന്യോന്യം തമ്മിൽ വിവാഹിതരായി. അന്യോന്യം വേണ്ട, തമ്മിലും ഒരുമിച്ച് വേണ്ട. വരനും വധുവും തമ്മിൽ വിവാഹിതരായി വേണ്ട, വരനും വധുവും വിവാഹിതരായി. വരനും വധുവും അന്യോന്യം വിവാഹിതരായി എന്ന് വേണ്ട, വരനും വധുവും വിവാഹിതരായി എന്നേ വേണ്ടൂ. അപ്പോൾ ഓപ്ഷൻ എ ഏതാണ്? ശരിയായിട്ടുള്ള ഓപ്ഷൻ ഏതാണ്? വരനും വധുവും തമ്മിൽ മാലയിട്ടു, അത്രയേ വേണ്ടൂ. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ചേഞ്ച് ഇൻ ടു പാസീവ് വോയിസ് എന്നാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. ഓപ്പൺ ദി വിൻഡോ എന്നുള്ളതാണ് കൊടുത്തിരിക്കുന്നത്. ഓപ്പൺ ദി വിൻഡോ എന്ന് പറഞ്ഞാൽ എന്ത് തരം സെൻറ്റൻസ് ആണ്? അത് ഇംപെററ്റീവ് സെൻറ്റൻസ് ആണ്. എന്താണ്? ഇംപെററ്റീവ് സെൻറ്റൻസ് ആണ്. ഇംപെററ്റീവ് ആണ്. ഇംപെററ്റീവ് സെൻറ്റൻസിനെ പാസീവ് ആക്കുമ്പോൾ നമുക്ക് എന്ത് വരണം? ആദ്യം ലെറ്റ് വരണം. ഒരു ഇംപെററ്റീവ് സെൻറ്റൻസിനെ പാസീവ് ആക്കുമ്പോൾ എന്ത് വരണം? ലെറ്റ് വരണം. ഇംപെററ്റീവ് സെൻറ്റൻസിനെ പാസീവിലേക്ക് ആക്കുമ്പോൾ ലെറ്റ് വരണം. ഇവിടെ ലെറ്റ് വരുന്ന എത്ര ഓപ്ഷൻസ് ഉണ്ട്? ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. ഇംപെററ്റീവ് സെൻറ്റൻസ് ആണ്. അതിനെ നമ്മൾ പാസീവിലേക്ക് മാറ്റുമ്പോൾ ലെറ്റ് ദ വിൻഡോ ബി ഓപ്പൺഡ് എന്ന് വരും. എന്താണ്? ലെറ്റ് ദ വിൻഡോ ബി ഓപ്പൺഡ് എന്ന് വരും. ഓക്കെ, യൂസ് ദ പ്രോപ്പർ ക്വസ്റ്റ്യൻ ടാഗ് എന്നാണ് അടുത്ത ചോദ്യം. എവറി വൺ ഈസ് എക്സൈറ്റഡ്. എവറി വൺ ഈസ് എക്സൈറ്റഡ് ആണ്. ഈ എവറി വൺ എന്ന് വന്നുകൊണ്ട് തന്നെ സബ്ജക്റ്റ് എന്താ വരിക? ടാഗിൽ ദേ ആണ് വരിക. ദേയുടെ കൂടെ ഒരിക്കലും ഈസ് യൂസ് ചെയ്യില്ല, ആർ ആണ് യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ആർ ഇൻ ദേ ആണ് വരിക. ഓക്കെ, എന്താണ്? ആർ ഇൻ ദേ. എന്തുകൊണ്ട് നോട്ട് വന്നു? സെന്റൻസ് പോസിറ്റീവ് ആണ്, അപ്പോൾ ടാഗ് നെഗറ്റീവ് ആയിരിക്കണം. ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് ആൻസർ എന്ന് ചോദിച്ചു. ആൻ LD ക്ലർക്ക് ആണോ, AMLA ആണോ, അംബ്രല്ല ആണോ, ആൻ ഈവ് ആണോ? ഏതാണ് ശരിയായിട്ടുള്ള ഫോം? ആൻ LD ക്ലർക്കാണ്. എൽ എന്ന് ഇംഗ്ലീഷിൽ എൽ ആണെങ്കിൽ നമ്മൾ മലയാളത്തിൽ എങ്ങനെ എഴുതാം? എൽ ആണ് എഴുതുക അല്ലേ? അപ്പോൾ എ ഉച്ചാരണം വന്നുകൊണ്ട് തന്നെ ആൻ ആണ് യൂസ് ചെയ്യുക. ഓക്കെ, നോ സൂണർ ഹാഡ് ഹി റിട്ടൺ ഹിസ് ഫസ്റ്റ് നോവൽ ഡാഷ് ഹി സ്റ്റാർട്ടഡ് ദ നെക്സ്റ്റ്. ഓക്കെ, ഈ നോ സൂണറിന് ശേഷം നമ്മൾ എന്താണ് യൂസ് ചെയ്യുക? നോ സൂണറിൻ്റെ കൂടെ വരിക ദാൻ ആണ് വരിക എന്നുള്ളത് മാത്രം അറിഞ്ഞു കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. നോ സൂണർ ഹാഡ് ഹി റിട്ടൺ ഹിസ് ഫസ്റ്റ് നോവൽ ദാൻ ഹി സ്റ്റാർട്ടഡ് ദ നെക്സ്റ്റ് എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, സി ആണ് നമ്മുടെ ആൻസർ. ഇനി ചേഞ്ച് ഇൻ ടു ഇൻഡയറക്റ്റ് സ്പീച്ച് ആണ്. ചേഞ്ച് ഇൻ ടു ഇൻഡയറക്റ്റഡ് സ്പീച്ച്. ഓക്കെ, ദ മാസ്റ്റർ സെഡ് ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം. ഇതൊരു പ്രോവർബ് പോലെയാണ് അല്ലേ? ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലത് സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം എന്നുള്ളത് ഒരു പ്രോവർബ് പോലെയാണ്. അപ്പോൾ അതിന് ടെൻസ് ഒന്നും ചെയ്യരുത്, നമ്മൾ മാറ്റാൻ പാടില്ല. അപ്പോൾ ഏതാണ് ഇതിൽ ഓപ്ഷൻ വരിക? ദ മാസ്റ്റർ സെഡ് ദാറ്റ് ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം. ചാരിറ്റി എവിടെ തുടങ്ങണം? ബിഗിൻസ് അറ്റ് ഹോം എന്നുള്ളതാണ്. അതിനകത്ത് ഒരു മാറ്റവും വരുത്താൻ പാടില്ല. ടെൻസിന് ബിഗാൻ ഓ ബിഗിനിങ് അതൊന്നും മാറാൻ പാടില്ല. ദ മാസ്റ്റർ സെഡ് ദാറ്റ് ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. യൂസ് ദ സ്യൂട്ടബിൾ പ്രിപ്പോസിഷൻ ആണ്. ദ മിനിസ്റ്റർ കം ഡാഷ് എ ഹെലികോപ്റ്റർ. അപ്പോൾ ഹെലികോപ്റ്റർ എന്താണ്? ഒരു വാഹനമാണ്. ഏതിന് സിമിലർ ആയിട്ടുള്ള? ഒരു കാറിനൊക്കെ സിമിലർ ആയിട്ടുള്ള ചെറിയ വാഹനം, നമുക്ക് ഇരിക്കാൻ പറ്റുന്നൊരു വാഹനം. ഓക്കെ, എന്ന് പറഞ്ഞാൽ നടക്കാനുള്ള സൗകര്യം ഈ ട്രെയിനിലെയോ ബസ്സിലെയോ പോലെ. അപ്പോൾ ട്രെയിനും ബസ്സൊക്കെ ആണെങ്കിൽ അതിനകത്ത് നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം, നടക്കാം. അപ്പോൾ അതൊക്കെ ആണെങ്കിൽ എന്താ വരിക? ഓൺ ആണ് പ്രിപ്പോസിഷൻ വരിക. പക്ഷേ ഇവിടെ ഇൻസൈഡ് എ കാർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇന്നാണ് അവിടെ പ്രിപ്പോസിഷൻ വരിക. അപ്പോൾ ഹെലികോപ്റ്ററും സിമിലർ ടു കാറാണ്, ട്രെയിൻ പോലെയോ അല്ലെങ്കിൽ ബസ് പോലെയോ അല്ല. അപ്പോൾ അവിടെ എന്താ പ്രിപ്പോസിഷൻ വരുന്നത്? ഇന്നാണ് പ്രിപ്പോസിഷൻ വരിക. എന്നാൽ എയ്റോപ്ലെയിനിൽ അങ്ങനെയല്ല, ഓൺ എയ്റോപ്ലെയിൻ എന്നാണ് പറയുക. പക്ഷേ ഹെലികോപ്റ്റർ ആകുമ്പോൾ ചെറുതാണ്, നമുക്കറിയാലോ, ചെറുതാണ്, ഒരു സിമിലർ ടു കാറാണ്. അതുകൊണ്ട് തന്നെ ഇന്നാണ് അവിടെ എന്ത് ചെയ്യുക? പ്രിപ്പോസിഷൻ ആയിട്ട് വരിക. ക്ലിയർ ആണോ? പറഞ്ഞത് ക്ലിയർ ആണോ? ദ മിനിസ്റ്റർ കെയിം ഡാഷ് എ ഹെലികോപ്റ്റർ ഇൻ എ ഹെലികോപ്റ്റർ എന്നതാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ, ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് ടൈപ്പ് ഓഫ് സെൻറ്റൻസ്. വാട്ട് എ ബ്യൂട്ടിഫുൾ സീനറി. ഇവിടെ എക്സ്ക്ലമേഷൻ മാർക്ക് ഉണ്ട്. അതുപോലെ തന്നെ വാട്ട് എന്നുള്ളതിലാണ് തുടങ്ങിയിട്ടുള്ളത്. വാട്ട് എ ബ്യൂട്ടിഫുൾ സീനറി എന്ന് ചോദിച്ചാൽ അത് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് ആണെന്ന് ഏതൊരു കുഞ്ഞു കുട്ടിക്കും എന്ത് ചെയ്യാം? മനസ്സിലാക്കാൻ പറ്റും. ഇനി ഫർണിച്ചർ ഇൻ ദ റൂം ഡാഷ് ഗുഡ്. ഈ ഫർണിച്ചർ എന്നുള്ളത് നോൺ കൗണ്ടബിൾ നൗൺ ആണ്. ഒരു റൂമിനകത്തെ എന്നാണ് പറയുന്നത്. അതായത് സ്പെസിഫൈഡ് ആയിട്ടുള്ള ഏരിയയിൽ അകത്താണ് തന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഫർണിച്ചർ നമ്മൾ എന്തായിട്ടാണ് യൂസ് ചെയ്യുന്നത്? ഇവിടെ സിംഗുലർ ഫോമിൽ, അതായത് അൺകൗണ്ടബിൾ ആയിട്ടാണ് നമ്മൾ കരുതുന്നത്. ഈ അൺകൗണ്ടബിളിൻ്റെ കൂടെ ഏതാ വരിക? സിംഗുലർ വെർബാണ് വരിക. അൺകൗണ്ടബിളിൻ്റെ കൂടെ സിംഗുലർ വെർബാണ് വരിക. അൺകൗണ്ടബിളിൻ്റെ കൂടെ സിംഗുലർ ആണ് യൂസ് ചെയ്യുക. ദ ഫർണിച്ചർ ഇൻ ദിസ് റൂം ഈസ് ഗുഡ് എന്നുള്ളതാണ് പറയുക. അൺകൗണ്ടബിൾ ആണ്, എന്ത് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ഈസ് ആണ് വെർബായിട്ട് യൂസ് ചെയ്യുക. ഓക്കെ, ഐ ഡാഷ് ടു പ്ലേ ഫുട്ബോൾ വെൻ ഐ വാസ് ഇൻ UK. ഐ യൂസ്ഡ് ടു പ്ലേ. ഓക്കെ, ഞാനത് പതിവായി കളിക്കുന്നുണ്ട്, പതിവിനെ കാണിക്കാൻ. ഐ യൂസ്ഡ് ടു പ്ലേ ഫുട്ബോൾ വെൻ ഐ വാസ് ഇൻ UK. ഐ ഡിസ്ലൈക്ക് ഡാഷ് വാച്ച് TV. ഡിസ്ലൈക്കിൻ്റെ കൂടെ എന്താ വരിക? ജെറണ്ട് ഫോമാണ് വരിക. തന്നിട്ടുള്ള ഓപ്ഷനിൽ ജെറണ്ട് ഫോം ഏതാണ്? വാച്ചിങ് ആണ്. ഐ ഡിസ്ലൈക്ക് ഡാഷ് TV. വാച്ചിങ് TV ആണ്. നമുക്ക് അറിയാണ്ടെങ്കിലും ഡിസ്ലൈക്ക് ടു വാച്ച് എന്നുള്ളതായി പോവും. പക്ഷെ ടു ഫോം അല്ല അവിടെ യൂസ് ചെയ്യുക. ഐ ഡിസ്ലൈക്ക് വാച്ചിങ് ആണ്. ഐ ഡിസ്ലൈക്ക് വാച്ചിങ് ആണ്. ഡിസ്ലൈക്കിൻ്റെ കൂടെ ജെറണ്ട് ഫോമാണ് യൂസ് ചെയ്യുക. അടുത്തത് കുറച്ച് മലയാളം ചോദ്യങ്ങളാണ്. ആദ്യത്തെ ചോദ്യം, ശരിയായ പ്രയോഗം തിരിച്ചറിയുക എന്നാണ്.
വിശ്വസ്തൻ എന്നുള്ളതാണ് തന്നിട്ടുള്ളത്. അതിൻ്റെ ശരിയായ പ്രയോഗം ഏതാണ്? വിശ്വസ്തൻ. തായാണ്, സാധാരണ താ, സത്യത്തിൻ്റെയൊക്കെ തായാണ് വിശ്വസ്തൻ. താ സത്യം, സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ വിശ്വസ്തനാണല്ലേ, നമുക്ക് വിശ്വസിക്കാം. വിശ്വസ്തൻ. താ എന്നുള്ളത് ഏതാണ്? സാധാ തായാണ്, തത്തയുടെയൊക്കെ തായാണ് വിശ്വസ്തൻ. മറക്കല്ലേ, ഇത് റിപ്പീറ്റഡ് ആണ്, റിപ്പീറ്റഡ് ആയിട്ടുള്ള ചോദ്യമാണ്. വിശ്വസ്തൻ. അപ്പോൾ ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത്. കാട്, അതിന് പര്യായമായിട്ടുള്ള ശബ്ദം കണ്ടെത്തുക. കാട് എന്നതിന് പര്യായം എന്താണ്? അടവിയാണ് എന്ത്? കാട്, അടവി. ഡിഗ്രി എന്ന പദത്തിന്റെ മലയാള പരിഭാഷ എന്താണ്? വിധി എന്നുള്ളതാണ് അർത്ഥം. വിധി. ഡിഗ്രി എന്ന് പറഞ്ഞാൽ അതിന്റെ മലയാള പരിഭാഷ വിധി. അടുത്തത് ഒറ്റപ്പദം എഴുതുക. കൃഷിയെ സംബന്ധിക്കുന്നത് കാർഷികം. അത് ഒരുവിധം എല്ലാവർക്കും മനസ്സിലാവും. കൃഷിയെ സംബന്ധിക്കുന്നത് കാർഷികമാണ്. പിരിച്ചെഴുതുക. നിരർത്ഥം. നിരർത്ഥം എങ്ങനെയാണ് പിരിച്ചെഴുതുക? നിരർത്ഥം. നീ അധികം അർത്ഥം. എന്താണ്? നീ അധികം അർത്ഥം. ഈ രണ്ട് കുത്തുണ്ട് കേട്ടോ മക്കളെ, ശ്രദ്ധിക്കണേ. നീ അധികം അർത്ഥം. നീ അധികം അർത്ഥം. നിരർത്ഥം. ഓക്കെ. ബഹുവചന ശബ്ദം കണ്ടെത്തുക. പെങ്ങൾ, വൈദ്യർ, കാർന്നോർ, കുട്ടികൾ. ഏതാണ് ബഹുവചനം? കുട്ടികളാണ് ബഹുവചന ശബ്ദം. പുല്ലിംഗ ശബ്ദം തിരിച്ചറിയുക. നങ്ങ്യാർ, മഹാൻ, പ്രഭുവി, ബ്രാഹ്മണി. ബ്രാഹ്മണന്റെ ഓപ്പോസിറ്റ് ആണ് ബ്രാഹ്മണി. പ്രഭുവിന്റെ ഓപ്പോസിറ്റ് ആണ് എന്ത്? പ്രഭുവി. ചാക്യാറിന്റെ ഓപ്പോസിറ്റ് ആണ് ആര്? നങ്ങ്യാർ. അപ്പോൾ പുല്ലിംഗ ശബ്ദം ഏതായിരിക്കും? മഹാൻ. അടുത്തത് വിപരീത പദം കണ്ടെത്താനാണ്. ആരോഹണം. നമുക്ക് എല്ലാവർക്കും അറിയാം ഏതാണ്? അവരോഹണമാണ് വിപരീത പദം. ചേർത്തെഴുതുക. മഹത് പ്ലസ് ചരിതം മഹച്ചരിതമാണ്. എന്താണ്? മഹച്ചരിതം. മഹത് പ്ലസ് ചരിതം മഹച്ചരിതമാണ് എഴുതുക. മഹച്ചരിതം. രണ്ട് ച. ഓക്കെ, ഈ ചായാണ് മഹച്ചരിതം. സമാന പദം ധരണി. ധരണി എന്ന് പറഞ്ഞാൽ ആരാണ്? ഭൂമിയാണ് എന്ത്? ധരണി. ധരണി എന്ന് പറഞ്ഞാൽ ഭൂമി. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്തതായിട്ടുള്ള ചോദ്യം നോക്കാം. ഇൻസേർട്ട് അപ്രോപ്രിയേറ്റ് ആർട്ടിക്കിൾ ഇൻ ദ സെൻറ്റൻസ് ബിലോ. ആർട്ടിക്കിൾ ചേർക്കാനാണ് ചോദ്യം. മൈ നെയ്ബർ ഈസ് ഡാഷ് ഫോട്ടോഗ്രാഫർ. മൈ നെയ്ബർ ഈസ് എ ഫോട്ടോഗ്രാഫർ എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾ. കംപ്ലീറ്റ് ദി സെൻറ്റൻസ് വിത്ത് സ്യൂട്ടബിൾ ഫ്രേസ് എന്നാണ് ചോദ്യം. ഹി ലിവ്സ് ഇൻ ലണ്ടൻ ഡാഷ്. ഹി ലിവ്സ് ഇൻ ലണ്ടൻ ഡാഷ്. ഇതൊരു യൂസേജ് ആണ്. എങ്ങനെയാണ് യൂസ് ചെയ്യുക? സോ പ്ലസ് ഓക്സിലറി വെർബ് പ്ലസ് സബ്ജക്റ്റ്. സോ പ്ലസ് ഓക്സിലറി വെർബ് പ്ലസ് സബ്ജക്റ്റ് എന്ന രീതിയിലാണ് ഈ ഒരു യൂസേജ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ആൻഡ് സോ ഡു ഐ എന്നുള്ളതാണ് വരിക. അതായത് ഞാൻ ചെയ്യുന്ന പോലെ, സിമിലാരിറ്റീനെ നമ്മൾ പറയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്നെ പോലെ ഒരേ ടേസ്റ്റ് ഉള്ള, അല്ലെങ്കിൽ ഒരുപോലെ എന്നുള്ളതിന് പറയാനാണ് ആൻഡ് സോ ഡു ഐ എന്നുള്ളതിന് മീനിങ്. അതായത് ഹി ലിവ്സ് ഇൻ ലണ്ടൻ ആൻഡ് സോ ഡു ഐ, അതായത് സെയിം പോലെ, ഒരേപോലെ. ഓക്കെ, സോയുടെ കൂടെ ആദ്യം ഓക്സിലറി വെർബാണ് വരേണ്ടത്, ശേഷമാണ് സബ്ജക്റ്റ് വരേണ്ടത്. അതുകൊണ്ടാണ് സോ ഐ ഡു എന്നുള്ളത് തെറ്റിപ്പോയത്, സോ ഇറ്റ് ഡസ് എന്നുള്ളത് തെറ്റിപ്പോയത്. പിന്നെ ഹി ലിവ്സ് എന്നാണ് അല്ലേ. ലിവ്സ് ആയതുകൊണ്ടാണ് ഇവിടെ എന്ത് വന്നത്? സിംഗുലർ വന്നത്. അല്ലെങ്കിൽ ലിവ്സ് അല്ലാണ്ട് പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ ഡിഡ് വന്നേനെ. ഇത് സിംഗുലർ ആയതുകൊണ്ടാണ് ഓപ്ഷൻ എ വരാഞ്ഞത്. എന്താ ഞാൻ പറഞ്ഞേ? ഹി ലിവ്സ് ഇൻ ലണ്ടൻ ആൻഡ് സോ ഡു ഐ. അതായത് സിമിലർ ആയിട്ടുള്ള ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടുള്ള യൂസേജ് ആണ് ആൻഡ് സോ ഡു ഐ. ആൻഡ് സോ ഡു ഐ. ആൻഡ് സോ ഡു ഐ. ഐ ലൈക്ക് ഐസ്ക്രീം ആൻഡ് സോ ഡു ഐ. ഐസ്ക്രീം ഇഷ്ടമുള്ളത് അതുപോലെ സിമിലർ, നമുക്ക് ഒരേപോലെ ഒരേ ടേസ്റ്റുള്ള കാര്യങ്ങൾ നമുക്ക് പറയാൻ വേണ്ടിയിട്ട്, എൻ്റെ ഒരു ഇൻട്രസ്റ്റും നിങ്ങളുടെ ഒരു ഇൻട്രസ്റ്റും സെയിം ആയിട്ടുള്ള രീതിയിലാണെങ്കിൽ അങ്ങനെ പറയാൻ, ആ രീതിയിൽ പറയാൻ വേണ്ടിയിട്ടുള്ള യൂസേജ് ആണ് ആൻഡ് സോ ഡു ഐ എന്നുള്ള, അല്ലെങ്കിൽ സോ ഡു ഐ എന്നുള്ള യൂസേജ്. ഓക്കെ, സോയുടെ കൂടെ ആദ്യം വരേണ്ടത് ഓക്സിലറി വെർബാണ്, സബ്ജക്റ്റ് അവിടെ കയറി വരരുത്. അധികവും അങ്ങനെ ഒരു ഓപ്ഷൻ വരുമ്പോൾ സോൻ്റെ കൂടെ ആദ്യം അവർ സബ്ജക്റ്റ് തന്നിട്ടായിരിക്കും ഓക്സിലറി വെർബ് തരുന്നത്. എന്നാലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈസി ആയിട്ട് ക്യാൻസൽ ചെയ്യാൻ പറ്റുള്ളൂ. ഓപ്ഷൻസ് ക്യാൻസൽ ചെയ്ത് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ. അടുത്ത ചോദ്യം യൂസ് അപ്രോപ്രിയേറ്റ് ക്വസ്റ്റ്യൻ ടാഗ് ആണ്. ഹി ഹാർഡ്ലി എവർ മേക്സ് എ മിസ്റ്റേക്ക്. ഹാർഡ്ലി എന്നുള്ളത് നെഗറ്റീവ് സെൻറ്റൻസ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്ത് വേണ്ട? നമ്മുടെ ആൻസറിൽ എന്ത് വേണ്ട? നെഗറ്റീവ് സെൻറ്റൻസ് വേണ്ട. സോ ഹി ഹാർഡ്ലി എവർ മേക്സ് എ മിസ്റ്റേക്ക്. ഡസ് ഹി എന്നുള്ളതാണ് എന്ത്? ഉത്തരം. ഡസ് ഹി. ഓപ്ഷൻ എ ആണ് ഉത്തരം. ഫിൽ സ്യൂട്ടബിളി. ഹി ഡാഷ് സ്മോക്ക് വെരി ഹെവിലി. നൗ ഹി ഹാർഡ്ലി സ്മോക്സ് അറ്റ് ആൾ. ഇതൊരു യൂസേജ് ആണ് പറയുന്നത്. അപ്പോൾ ഹി യൂസ്ഡ് ടു സ്മോക്ക് വെരി ഹെവിലി. ഹി യൂസ്ഡ് ടു സ്മോക്ക് വെരി ഹെവിലി, അതൊരു യൂസേജ് ആയിരുന്നു. ഇപ്പം അങ്ങനെയല്ല. ഹി യൂസ്ഡ് ടു സ്മോക്ക് വെരി ഹെവിലി. അടുത്തത് ദ ബർഗ്ലർ ഡാഷ് ദ സേഫ്
When he heard footsteps, he immediately put out his torch and crawled under the bed. Burglar എന്ന് പറഞ്ഞാൽ കള്ളൻ അല്ലേ? കള്ളൻ എന്താ ചെയ്തിരുന്നത്? വാസ് ഓപ്പണിംഗ് ദ സേഫ് ആൻഡ് ഹീ ഹേർഡ്, ആ സമയത്താണ് ഫുഡ് സ്റ്റെപ്പ് കേട്ടത്. അപ്പോൾ അയാൾ എന്ത് ചെയ്തു? ഹി ഇമ്മീഡിയറ്റ്ലി പുട്ട് ഔട്ട് ഹിസ് ടോർച്ച് ആൻഡ് ക്രൗൾഡ് അണ്ടർ ദ ബെഡ്. അപ്പോൾ ഓപ്പൺ ചെയ്യുകയായിരുന്നു ആ സമയത്ത്. ഹി വാസ് ഓപ്പണിംഗ് ദ സേഫ്, അവൻ എന്ത് ചെയ്യായിരുന്നു? തുറക്കുകയായിരുന്നു. അപ്പോൾ വാസ് ഓപ്പണിംഗ് ആണ് എന്ത് ചെയ്യുക അവിടെ കറക്റ്റ് ആയിട്ടുള്ള യൂസേജ്. അതായത് ഹി വാസ് ഓപ്പണിംഗ് ദ സേഫ് വെൻ ഹി ഹേർഡ് ഫുഡ് സ്റ്റെപ്സ്, ഹി ഇമ്മീഡിയറ്റ്ലി പുട്ട് ഔട്ട് ഹിസ് ടോർച്ച് ആൻഡ് ക്രൗൾഡ് അണ്ടർ ദ ബെഡ്. ശബ്ദം കേട്ട സമയത്ത് അത് ടോർച്ച് അണച്ചിട്ട് എന്ത് ചെയ്തു? ബെഡിനടിയിലേക്ക് ക്രൗൾ ചെയ്തു എന്നുള്ളതാണ് അർത്ഥം വരിക. അപ്പോൾ അവിടെ ശരിയായിട്ട് യൂസ് ചെയ്യുന്നത് ഹി വാസ് ഓപ്പണിംഗ്. അതായത് എല്ലാം പാസ്റ്റിൽ നടന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ ഓപ്പണിംഗ് എന്നുള്ളതും ഹാസ് ഓപ്പൺഡ് എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം? നമുക്ക് ഒഴിവാക്കാം. വാസ് ഓപ്പണിംഗ് ആണ് അവിടെ കറക്റ്റായിട്ട് വരുന്ന യൂസേജ്. അടുത്ത ചോദ്യം നോക്കാം. ചൂസ് ദ കറക്റ്റ് സെൻറ്റൻസ് ആണ്. ഇഫ് ഹി ഹാഡ് നോൺ ദാറ്റ് ദ റിവർ വാസ് ഡേഞ്ചറസ് ഹി വുഡ് നോട്ട് ട്രൈ ടു സ്വിം അക്രോസ് ഇറ്റ്. ഹാഡ് നോൺ, ഹാഡ് V3 ആണ് വന്നത്. നമുക്കറിയാം ഹാഡ് V3 വന്നിട്ടുണ്ടെങ്കിൽ അപ്പുറത്ത് എന്ത് വരും? വുഡ് ഹാവ് പ്ലസ് V3 വരണം. വുഡ് ഹാവ് പ്ലസ് V3 വരണം. ഈ സെൻറ്റൻസിൽ വുഡ് ഹാവ് വരുന്നത്, രണ്ടാമത്തെ സെൻറ്റൻസിൽ വുഡ് ഹാവ് വരുന്നത് ഏതാണുള്ളത്? ഹി ഹാഡ് നോൺ ദാറ്റ് ദ റിവർ വാസ് ഡേഞ്ചറസ് ഹി വുഡ് നോട്ട് ഹാവ് ട്രൈ ടു സ്വിം അക്രോസ് ഇറ്റ്. കണ്ടോ? ഇതാണ് എന്ത് അതിൻ്റെ ആൻസർ ആയിട്ട് വരാം. ഈ ഹാഡ് പ്ലസ് V3 ആണ് എപ്പോഴും PSC ചോദിക്കുന്ന ഒരു ട്രെൻഡ്. സോ അത് നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് എക്സാമിന് പോവാം. വുഡ് യു മൈൻഡ് ഡാഷ് യുവർ പെറ്റ് സ്നേക്ക് സംവെയർ എൽസ്. ഈ വുഡ് യു മൈൻഡിന് ശേഷം നമ്മൾ എപ്പോഴും എന്താ യൂസ് ചെയ്യുക? വെർബിൻ്റെ ING ഫോമാണ് യൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ ആൻസർ എന്താണ്? പുട്ടിംഗ് ആണ് കറക്റ്റായിട്ട് വരാം. ഓക്കെ, അടുത്തത് ചൂസ് ദ മോസ്റ്റ് സ്യൂട്ടബിൾ സെൻറ്റൻസ് ഇൻ പാസീവ് വോയിസ് ഫോർ ദ സെൻറ്റൻസ് ബിലോ. സ്റ്റുഡൻസ് ആർ ഡൂയിങ് എ ലോട്ട് ഓഫ് വർക്ക്. സ്റ്റുഡൻസ് ആർ ഡൂയിങ് എ ലോട്ട് ഓഫ് വർക്ക് ആണ്. A lot of work is being done by the students. A lot of work are being done by the students. ഇവിടെ ING ഫോം വന്നതുകൊണ്ട് തന്നെ നമ്മുടെ പാസീവ് വോയിസിൽ എന്ത് വരണം? ബീയിങ് എന്നുള്ള സാധനം വരണം. ഇവിടെ ബീയിങ് വന്നിട്ടുള്ളത് ആകെ 2 എണ്ണത്തിലാണ് എന്ത് വന്നിട്ടുള്ളൂ? ബീയിങ് വന്നിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ എന്താ നോക്കണ്ടേ? എ ലോട്ട് ഓഫ് വർക്ക് ഈസ് ബീയിങ് ഡൺ ബൈ ദ സ്റ്റുഡൻസ്. ഈ വർക്ക് എന്നുള്ളത് അൺകൗണ്ടബിൾ ആണ്. അൺകൗണ്ടബിളിൻ്റെ കൂടെ സിംഗുലർ ആണ് വരിക. അപ്പോൾ നമ്മൾ എന്താ എഴുതേണ്ടത്? ഓപ്ഷൻ C ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. എ ലോട്ട് ഓഫ് വർക്ക് ഈസ് ബീയിങ് ഡൺ ബൈ ദ സ്റ്റുഡൻസ് എന്നുള്ളതാണ് കറക്റ്റ് ഫോം. സെൻറ്റൻസിൽ തന്നിട്ടുള്ള ആക്റ്റീവ് വോയിസിൽ ഡൂയിങ് എന്നുണ്ട്, ING ഫോമാണ്. ING ഫോം വന്നാൽ പാസീവിൽ എന്ത് വരും? ബീയിങ് വരും. അപ്പോൾ ബീയിങ് ഉള്ള സെൻറ്റൻസ് 2 എണ്ണേ ഉള്ളൂ. അതിൽ തന്നെ വർക്ക് അൺകൗണ്ടബിൾ ആയതുകൊണ്ട് അതിൻ്റെ കൂടെ സിംഗുലർ വെർബേ വരുള്ളൂ. എ ലോട്ട് ഓഫ് വർക്ക് ഈസ് ബീയിങ് ഡൺ ബൈ ദ സ്റ്റുഡൻസ് എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ചൂസ് ദ കറക്റ്റ് ഇൻഡയറക്റ്റ്. ഇഫ് യു ലീവ് ഹോം അറ്റ് 6 യു ഷുഡ് ബി ഹിയർ ബൈ 9 എന്നുള്ളതാണ് ചോദ്യം. അതിൻ്റെ ഇൻഡയറക്റ്റ് ഫോം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം ഒന്ന് വായിച്ച് നോക്കാം. ഇഫ് യു ലീവ് ഹോം അറ്റ് 6 യു ഷുഡ് ബി ഹിയർ ബൈ 9. ഹീ സെഡ് ടു മീ ആണ്. അപ്പോൾ ഹീ സെഡ് ടു മീ ദാറ്റ് ഇഫ് ഐ ലെഫ്റ്റ് ഹോം അറ്റ് 6 ഐ ഷുഡ് ബി ദർ ബൈ 9. ഞാൻ അവിടെ നിന്ന് 6 മണിക്ക് ഇറങ്ങുകയാണെങ്കിൽ ഞാൻ അവിടെ എന്തെത്തണം? ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണെങ്കിൽ ഞാൻ അവിടെ 9 മണിക്ക് കറക്റ്റായിട്ട് എത്തണം എന്നുള്ളതാണ് എന്ത് ചെയ്തിട്ടുള്ളത്? അവൻ പറഞ്ഞത്. ഹീ സെഡ് ടു മീ ദാറ്റ് ഇഫ് ഐ ലെഫ്റ്റ് ഹോം 6 ഐ ഷുഡ് ബി ദർ ബൈ 9. ഓപ്ഷൻ C ആണ് കറക്റ്റ് ആയിട്ട് വരുന്ന ആൻസർ. അടുത്തത് കംപ്ലീറ്റ് ദ സെൻറ്റൻസ് വിത്ത് കറക്റ്റ് കമ്പാരറ്റീവ് എക്സ്പ്രഷൻ എന്നാണ് അടുത്ത ചോദ്യം ചോദിച്ചിട്ടുള്ളത്. ഐ സ്വിം ബെറ്റർ ദാൻ ഡാഷ്. അപ്പോൾ സ്വിം എന്നുള്ളത് പ്രസൻറ്റ് ടെൻസിലാണ് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യണം? പ്രസൻറ്റ് ടെൻസിലൊരു സെൻറ്റൻസ് തന്നെ കംപ്ലീറ്റ് ചെയ്യണം. ഐ സ്വിം ബെറ്റർ ദാൻ ഹീ ഡസ് എന്നുള്ളതാണ് ആൻസർ വരിക. കംപ്ലീറ്റ് ദ സെൻറ്റൻസ് വിത്ത് മോസ്റ്റ് സ്യൂട്ടബിൾ ഫ്രേസ്. ജോണി ഡാഷ് എ സ്റ്റോറി. ജോണി മെയ്ഡ് അപ്പ് എന്ന് പറഞ്ഞാൽ കെട്ടിച്ചമയ്ക്കുക. മെയ്ഡ് അപ്പ് എ സ്റ്റോറി. ഹി ഡിഡ്ന്റ് ടെൽ ദ ട്രൂത്ത്. ഹി ഡിഡ് നോട്ട് ടെൽ ദ ട്രൂത്ത്. ഓക്കെ, അപ്പോൾ കെട്ടിച്ചമയ്ക്കുക എന്നുള്ളതിന് എന്താ അർത്ഥം? മെയ്ഡ് അപ്പ് ആണ് യൂസ് ചെയ്യുക. വാട്ട് ഈസ് ദ പ്ലൂറൽ ഫോം ഓഫ് ഒക്ടോപ്പസ്? PSC പ്രകാരം ഒക്ടോപ്പൈ ആണ് തന്നിട്ടുള്ളത്. ഒക്ടോപ്പസസ് എന്ന് പറഞ്ഞാലും തെറ്റില്ല. പക്ഷേ PSCയുടെ ആൻസർ എന്താണ്? ഒക്ടോപ്പൈ. ഒക്ടോപ്പസ് എന്നുള്ളതിൻ്റെ പ്ലൂറൽ ഫോം എന്താണ്? ഒക്ടോപ്പൈ എന്നുള്ളതാണ് പ്ലൂറൽ ഫോം. ഓക്കെ, യൂസ് ദ മോസ്റ്റ് സ്യൂട്ടബിൾ പ്രിഫിക്സ് ഇൻ ദ എക്സാമ്പിൾ ബിലോ. പുട്ടിംഗ് ടു മച്ച് പ്രഷർ ഓൺ യങ് പീപ്പിൾ ക്യാൻ ബി കൗണ്ടർ പ്രൊഡക്റ്റീവ്. അതായത് വിപരീത ഫലം ചെയ്യും. കൗണ്ടർ പ്രൊഡക്റ്റീവ് എന്നാണ് പറയുക. ചൂസ് ദ കറക്റ്റ് മീനിങ് ഓഫ് ദ അണ്ടർലൈൻഡ് ഈഡിയം. ആദം അഡ്വൈസ്ഡ് ഹിസ് ഫ്രണ്ട് മാർട്ടിൻ നോട്ട് ടു ബൈറ്റ് ഓഫ് മോർ ദാൻ ഹി കുഡ് ച്യൂ. അതായത് കൊക്കിലൊതുങ്ങുന്നതേ കൊത്താവൂ എന്ന് പറഞ്ഞാൽ ടേക്ക് ഓൺ ഡിഫിക്കൽട്ട് ടാസ്ക് ദാറ്റ് ഈസ് ബിയോണ്ട് ഹിസ് capabilities. ടേക്ക് ഓൺ ഡിഫിക്കൽട്ട് ടാസ്ക് ദാറ്റ് ഈസ് ബിയോണ്ട് ഹിസ് കാപ്പബിലിറ്റീസ്. അങ്ങനെ ചെയ്യരുത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കഴിവിനപ്പുറത്തേക്ക് നമ്മൾ എന്ത് ചെയ്യരുത്? ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടാസ്ക് ചൂസ് ചെയ്യരുത്. ചൂസ് ദ ബെസ്റ്റ് ആൻറ്റോണിം ഫോർ ദ അണ്ടർലൈൻഡ് വേർഡ്. തിക്ക് എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? ഒബ്വിയസ്ലി തിന്നാണ്. ഓക്കെ, ദ ടീം ഹാഡ് എ ഡെജാവു മൂവ്മെൻറ്റ് വെൻ ദേ പ്ലേഡ് ഓൺ ദ സെയിം ഫീൽഡ് ആസ് ലാസ്റ്റ് ഇയർ എന്ന് പറഞ്ഞാൽ ഒരു ഫെമിലിയാറിറ്റി ഫീൽ ചെയ്യുക. അതായത് മുന്നേ ഉള്ളൊരു എക്സ്പീരിയൻസ് ഫീൽ ചെയ്യുക എന്നുള്ളതാണ് ഡെജാവു എന്നുള്ളതിൻ്റെ മീനിങ് കേട്ടോ.
ഞാൻ റീഡ് ചെയ്യുന്നതിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതിലോ എന്തെങ്കിലും അൺകംഫർട്ടബിൾ ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ക്ഷമിക്കുക. ഞാൻ വായിക്കുന്നതിലോ പ്രൊനൗൺസ് ചെയ്യുന്നതിലോ വ്യത്യാസം ഉണ്ടെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് എനിക്കറിയില്ല. പക്ഷെ ഞാനിത് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ട് ജസ്റ്റ് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കുക. എൻ്റെ അറിവില്ലായ്മയായിട്ട് അത് കണക്കാക്കുക. ഓക്കെ. The team had a deja vu moment when they played on the same field as last year. എന്ന് പറഞ്ഞാൽ ഒരു ഫെമിലാരിറ്റീനെയാണ് എന്ത് ചെയ്യുന്നത് അവിടെ സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ തവണ ചെയ്ത ആ ഒരു ഫെമിലിയാരിറ്റി ഇത്തവണ ചെയ്യുമ്പോൾ കണ്ടു, അല്ലെങ്കിൽ ഇത്തവണ അവർ പ്ലേ ചെയ്തപ്പോൾ കണ്ടു എന്നുള്ളതാണ് പറയുന്നത്. ചൂസ് ദ വേർഡ് ദാറ്റ് ഈസ് കറക്റ്റ്ലി സ്പെൽഡ്. സംപ്റ്റസ് ആണോ സംപ്റ്റസ് ആണോ? ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ SUMPTOUS ആണ്. സംപ്റ്റസ് SUMPTOUS എന്ന് പറഞ്ഞാൽ എന്താണ്? സമൃദ്ധമായ എന്നാണ് അർത്ഥം. എന്താണ്? സമൃദ്ധമായ. സംപ്റ്റസ് സമൃദ്ധമായ. എക്സ്പാൻഡ് ദ അബ്രിവേഷൻ ETA. എന്താ? എക്സ്പെക്റ്റഡ് ടൈം ഓഫ് അറൈവൽ. എന്താണ്? എക്സ്പെക്റ്റഡ് ടൈം ഓഫ് അറൈവൽ. ETA എന്ന് പറഞ്ഞാൽ എക്സ്പെക്റ്റഡ് ടൈം ഓഫ് അറൈവൽ എന്നതാണ് കറക്റ്റ് ആയിട്ടുള്ള രൂപം. ഓക്കെ, അടുത്തത് ചൂസ് ദ മോസ്റ്റ് suitable synonym for the underlined word in the given sentence. Ringed with the assure world he stands. Ringed with the assure world he stands. ഈ അഷർ എന്ന് പറഞ്ഞാൽ എന്താണ്? ആകാശ നീലിമ. അഷർ എന്ന് പറഞ്ഞാൽ ആകാശ നീലിമ, അതായത് ബ്ലൂ കളർ എന്നാണ് ഉദ്ദേശിക്കുന്നത്. റിംഗ്ഡ് വിത്ത് അഷർ വേൾഡ് ഹി സ്റ്റാൻഡ്സ്, അതായത് ബ്ലൂ ആകാശ നീലിമ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഫിൽ വിത്ത് ദ കറക്റ്റ് പ്ലൂറൽ ഫോം ഓഫ് ദ സെന്റൻസ് ബിലോ. ഐ ബോട്ട് ഡാഷ് ഫോർ മൈ അപ്പാർട്ട്മെന്റ്. ഐ ബോട്ട് ഫർണിച്ചർ ആണ്. ഫർണിച്ചർ എന്താണ്? അൺകൗണ്ടബിൾ ഫോം ആണ് അല്ലേ? അൺകൗണ്ടബിൾ ആകുമ്പോൾ അതിന്റെ പ്ലൂറൽ വേണ്ട. ഫർണിച്ചേഴ്സ് എന്ന് പറയില്ല, സം ഫർണിച്ചേഴ്സ് എന്ന് പറയില്ല. എ ഫർണിച്ചർ എന്ന് പറയോ? ഇല്ല, കൗണ്ടബിൾ അല്ല. അതുകൊണ്ട് തന്നെ എ ഫർണിച്ചർ എന്ന് പറയില്ല. സം ഫർണിച്ചർ ആണ് എന്ത് കറക്റ്റ് ആയിട്ടുള്ള യൂസേജ്. ഓക്കെ, സം ഫർണിച്ചർ എന്നാണ് പറയാം. ഐ ബോട്ട് സം ഫർണിച്ചർ ഫോർ മൈ അപ്പാർട്ട്മെന്റ് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള രൂപം. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യമാണ് ഹി വെന്റ് ടു ചെന്നൈ ഡാഷ് ട്രെയിൻ. നമ്മൾ നേരത്തെ പറഞ്ഞു ട്രെയിൻ അതുപോലെ തന്നെ ബസ് എന്നുള്ളത് നമുക്ക് എഴുന്നേറ്റ് നിന്ന് നടക്കാനൊക്കെ പറ്റുന്ന കാര്യമാണ്. അത്രയും സൗകര്യങ്ങളുണ്ടെങ്കിൽ ഓൺ ട്രെയിൻ എന്നാണ് നമ്മൾ പറയുക. ഇവർ പ്ലെയിൻ ആണെങ്കിൽ കൂടി ഓൺ പ്ലെയിൻ എന്നാണ് പറയുക. പക്ഷേ അതൊരു മെത്തേഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷനാണ്, മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷനാണ് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ നമ്മളവിടെ ബൈ ആണ് യൂസ് ചെയ്യുക. നമ്മൾ മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ആണെങ്കിൽ ബൈ ആണ് യൂസ് ചെയ്യുക. അതല്ല നമ്മൾ അതിനകത്ത് ഫിസിക്കലി ഇന്നായിട്ടുള്ള കണ്ടീഷൻ ആണെങ്കിലാണ് നമ്മൾ എന്ത് ചെയ്യുക? ഓൺ യൂസ് ചെയ്യുക. അത് കാര്യം മറക്കാതിരിക്കുക. ഹി വെന്റ് ടു ചെന്നൈ ബൈ ട്രെയിൻ എന്നാണ് പറയുക. ഡിഫറെൻറ്റ് പീപ്പിൾ ഡാഷ് ഡിഫറെൻറ്റ് ഡ്രീംസ് ആൻഡ് ആസ്പിറേഷൻസ്. അതായത് ഡിഫറെൻറ്റ് പീപ്പിൾ എന്നുള്ളത് എന്താണ്? പ്ലൂറൽ വെർബാണ്, പ്ലൂറൽ സബ്ജക്റ്റ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പ്ലൂറൽ വെർബ് യൂസ് ചെയ്യണം. തന്നിട്ടുള്ളതിൽ പ്ലൂറൽ വെർബ് ഏതേ ഉള്ളൂ? ഹാവേ ഉള്ളൂ. അപ്പോൾ ഡിഫറെൻറ്റ് പീപ്പിൾ ഹാവ് ഡിഫറെൻറ്റ് ഡ്രീംസ് ആൻഡ് ആസ്പിറേഷൻസ് ആണ് പറയുക. കംപ്ലീറ്റ് ദ ക്വസ്റ്റ്യൻ ചൂസിങ് ദ അപ്രോപ്രിയേറ്റ് ക്വസ്റ്റ്യൻ ടാഗ് ഫ്രം ദ ഓപ്ഷൻസ് ഗിവൺ ബിലോ. ഐ ആം സ്മാർട്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആമിൻ്റെ നോട്ടായിട്ട് വരുമ്പോൾ എന്ത് വരും? R/I എന്നാണ് വരിക. അടുത്തത് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഡയറക്റ്റ് സ്പീച്ച് തന്നിട്ടുണ്ട്. ദ CEO ആസ്ക്ഡ് രമേഷ് ഹാവ് യു ഫിനിഷ്ഡ് ദ പ്രോജക്റ്റ്. അതായത് എസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ റിപ്പോർട്ടഡ് വെർബ് എന്താണ്? പാസ്റ്റിലാണ് തന്നിരിക്കുന്നത്. നമുക്ക് സെൻറ്റൻസിന് എന്ത് ചെയ്യണം? പ്രസൻറ്റ് നിന്ന് പാസ്റ്റിലേക്ക് ആക്കണം. ഇവിടെ തന്നിട്ടുള്ളതിൽ പാസ്റ്റ് ഫോം 2 എണ്ണേ ഉള്ളൂ, ബിയും സിയും. എന്തൊക്കെയാ? രമേഷ് the CEO asked Ramesh whether he had finished the project. The CEO asked Ramesh that whether he had finished the project. ഈ രണ്ടെണ്ണാണ് പാസ്റ്റ് ഫോമിൽ, അതായത് ഹാഡ് വെച്ച് എഴുതുള്ളൂ. ഹാസും ഹാവും വന്നാൽ ഹാഡിലേക്കാണ് മാറുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ദാറ്റ് വരേണ്ട കാര്യമില്ല. ഡയറക്റ്റ് ആയിട്ട് വെദർ മാത്രം വന്നാൽ മതി. അതായത് CEO ആസ്ക്ഡ് രമേഷ് വെദർ ഹി ഹാഡ് ഫിനിഷ്ഡ് ദ പ്രോജക്റ്റ്. അപ്പോൾ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്തത് ചേഞ്ച് ഇൻ ടു പാസീവ് വോയിസ് ആണ്. എന്താണ് ആക്റ്റീവ് വോയിസ്? തൗസൻഡ്സ് ഓഫ് ടൂറിസ്റ്റ് വിസിറ്റ് കന്യാകുമാരി എവറി ഇയർ. തന്നിരിക്കുന്നത് പ്രസന്റ് ടെൻസിലാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ടെൻസ് എന്ത് ചെയ്യേണ്ട? പാസീവ് വോയിസിൽ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഓരോ ഓപ്ഷൻസും ചെക്ക് ചെയ്യുക. കന്യാകുമാരി വാസ് വിസിറ്റഡ് തെറ്റാണ്, വാസ് പറയേണ്ട ആവശ്യമില്ല. ദ കന്യാകുമാരി വാസ് ബീൻ വിസിറ്റഡ് വേണ്ട, പാസ്റ്റിലേക്ക് പോകേണ്ട കാര്യമില്ല. കന്യാകുമാരി ഈസ് വിസിറ്റഡ് ബൈ തൗസൻഡ്സ് ഓഫ് ടൂറിസ്റ്റ് എവറി ഇയർ. അതാണ് എന്ത് കറക്റ്റ് ആയിട്ടുള്ള ഫോം. അതായത് പാസീവ് വോയിസ് നോക്കുക, ടെൻസ് നോക്കുക, ആക്റ്റീവ് വോയിസ് നോക്കുക, ടെൻസ് നോക്കുക. പാസീവിലേക്ക് മാറ്റുമ്പോൾ ടെൻസ് മാറേണ്ട ആവശ്യമില്ല. We have to dash the meeting as there is no power supply. പവർ സപ്ലൈ അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? മീറ്റിംഗ് മാറ്റി വെക്കേണ്ടി വരും. അപ്പോൾ പുട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? പോസ്റ്റ്പോൺ ചെയ്യുക. പോസ്റ്റ്പോൺ. വി ഹാവ് ടു പോസ്റ്റ്പോൺ ദ മീറ്റിംഗ് ആസ് ദർ ഇസ് നോ പവർ സപ്ലൈ. അടുത്തത് ദ പ്രോജക്ട് റിപ്പോർട്ട് റിക്വയർസ് എ ക്ലിയർ ഡാറ്റ. ദ പ്രോജക്ട് റിപ്പോർട്ട് റിക്വയർസ് എ ക്ലിയർ ഡാറ്റ. റീപ്ലേസ് ദ വേർഡ് അണ്ടർലൈൻഡ്. അതായത് അണ്ടർലൈൻ ചെയ്തിട്ടുള്ള എ ക്ലിയർ ഡാറ്റ എന്ന് പറഞ്ഞാൽ അതിന് റീപ്ലേസ് ചെയ്യാൻ പറ്റുന്നത് എന്താ? ക്ലാരിറ്റി. എന്താണ്? ക്ലാരിറ്റി. ഐ തിങ്ക് ഷീ ഈസ് എ സ്നേക്ക് ഇൻ ദ ഗ്രാസ്. എന്താണ് സ്നേക്ക് ഇൻ ദ ഗ്രാസ് എന്ന് പറഞ്ഞാൽ? ഐ തിങ്ക് ഷീ ഈസ് നോട്ട്
ട്രസ്റ്റ് വർത്തി, നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഇനമല്ല. ഐ തിങ്ക് ഷീ ഈസ് നോട്ട് ട്രസ്റ്റ് വർത്തി. ദ എക്സ്പാൻഷൻ ഓഫ് QR കോഡ്, QR കോഡിനെ എക്സ്പാൻഡ് ചെയ്താൽ എന്താണ്? ക്വിക്ക് റെസ്പോൺസ് കോഡ് എന്നാണ്. എന്താണ്? ക്വിക്ക് റെസ്പോൺസ് കോഡാണ് QR കോഡ്. ദ ലാസ്റ്റ് 2 years ഹാവ് സീൻ എ ഡാഷ് ഓഫ് eateries in our street. The last 2 years have seen a dash of eateries in our street. Eateries എന്ന് പറഞ്ഞാൽ എന്താ? ഭക്ഷണശാലകൾ അല്ലേ. അപ്പോൾ പ്രോലിഫറേഷൻ ആണ് ആൻസർ. എന്താ പ്രോലിഫറേഷൻ? വർധനവ്. The last 2 years have seen a proliferation of eateries in our street. അതായത് 2 വർഷ കാലയളവിൽ, കഴിഞ്ഞ 2 വർഷ കാലയളവിൽ ഒരുപാട് വർധനവ് ഉണ്ടായിട്ടുണ്ട്. എന്തിൻ്റെ? ഭക്ഷണശാലകളുടെ എന്നാണ് ആൻസർ. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. താഴെ കൊടുത്തിരിക്കുന്നവയിൽ കഷ്ടപ്പെടുത്തുക എന്ന അർത്ഥം വരുന്ന ശൈലി ഏത്? കഷ്ടപ്പെടുത്തുക എന്ന അർത്ഥം വരുന്ന ശൈലിയാണ് ചോദിച്ചത്. ചെണ്ട കൊട്ടിക്കുക, ശ്ലോകത്തിൽ കഴിക്കുക, ശതകം ചൊല്ലിക്കുക, ദീപാളി കുളിക്കുക. ഏതാണ്? ശതകം ചൊല്ലിക്കുക. കഷ്ടപ്പെടുത്തുക എന്നുള്ളത് ശതകം ചൊല്ലിക്കുക. ദീപാളി കുളിക്കുക, ആഡംബരം കാണിക്കുക, നശിപ്പിക്കുക എന്നൊക്കെ അർത്ഥം. ശ്ലോകത്തിൽ കഴിക്കുക എന്ന് പറഞ്ഞാൽ ചുരുക്കി പറയുക. ചെണ്ട കൊട്ടിക്കുക എന്ന് പറഞ്ഞാൽ പരിഹസിക്കുക. അപ്പോൾ ശതകം ചൊല്ലിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? കഷ്ടപ്പെടുത്തുക. ഓക്കെ, കഷ്ടപ്പെടുത്തുക, ശതകം ചൊല്ലിക്കുക. ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. താഴെ തന്നിട്ടുള്ള പര്യായ പദങ്ങളെ ശരിയായ രീതിയിൽ ചേരുംപടി ചേർക്കുക. മയിൽ, മയിൽ എന്താ പറയുക? കേഗി, ബർഹി എന്നൊക്കെ പറഞ്ഞാൽ ആരാണ്? മയിലാണ്. ആമ്പലിന് എന്താ പറയുക? കുമുദം, കൈരവം എന്നൊക്കെ പറഞ്ഞാൽ ആരാണ്? ആമ്പലാണ്. പൂവ്, കുസുമം, സൂനം എന്ന് പറഞ്ഞാലും പൂവാണ്. കുയിലിനോ? കോകിലം, പികം എന്നൊക്കെ പറഞ്ഞാൽ ആരാണ്? കുയിലാണ്. തലക്കെട്ട്, തല പ്ലസ് കെട്ട് ചേർന്നാൽ എന്താണ് വരിക? തലക്കെട്ടാണ് വരിക. ഓക്കെ, തലക്കെട്ടാണ് വരിക. ഓപ്ഷൻ ഡി ആണ്, തലക്കെട്ടാണ്. തലക്കെട്ട്, തലക്കെട്ട് ദ്വിത്വസന്ധി വരുന്നുണ്ട്. ചുവടെ തന്നിട്ടുള്ള വിപരീത പദങ്ങളിൽ ശരിയായത് ഏതൊക്കെയാണെന്നാണ്. ആർജവം, ആർജവത്തിന്റെ ഓപ്പോസിറ്റ് എന്താണ്? കൗടില്യം. ആർജവത്തിന്റെ ഓപ്പോസിറ്റ് കൗടില്യമാണ്. ആത്മീയത്തിന്റെ ഓപ്പോസിറ്റ് എന്താണ്? ഭൗതികമാണ്. ആദാനം ഓപ്പോസിറ്റ് പ്രധാനമാണ്. ആന്തരം ഓപ്പോസിറ്റ് വരിക ബാഹ്യം. അത് നേരെ ഏതൊക്കെയാണ് ഓപ്ഷൻ എന്ന് വെച്ചാൽ അതിനനുസരിച്ച് ജോയിൻ ചെയ്താൽ മതി. ഓക്കെ, എത്ര ഉണ്ടായാലും അല്പത്തരം മാറാത്തവരുടെ സ്വഭാവത്തെ ഹാസ്യാത്മകമായി ചിത്രീകരിക്കുന്ന പഴഞ്ചൊല്ല് ഏതെന്നാണ് ചോദ്യം. ഏതാണ്? കൂറ കപ്പലിൽ പോയ പോലെ ഉണ്ടവന് ഇടം കിട്ടാഞ്ഞിട്ട് ഉണ്ണാത്തവന് ഇല കിട്ടാഞ്ഞിട്ട്, നായയ്ക്ക് സമുദ്രത്തിലെത്തിയാലും നക്കിക്കൂടി, ഇരുവഴി കണ്ടാൽ പെരുവഴി പോകണം. അതിലേതാണ്? സി ആണ്. നായയ്ക്ക് സമുദ്രത്തിലെത്തിയാലും നക്കിക്കൂടി. എന്താണ് അർത്ഥം? എത്ര ഉണ്ടായാലും അല്ലെങ്കിൽ എത്ര കിട്ടിയാലും അല്പത്തരം മാറാത്തവരുടെ സ്വഭാവമാണ് ഹാസ്യാത്മകമായി നമ്മൾ ചിത്രീകരിക്കുമ്പോൾ നായയ്ക്ക് സമുദ്രത്തിലായാലും നക്കിക്കൂടി എന്നുള്ളത് ആ ഒരു ചൊല്ലുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ഇനി താഴെ തന്നിട്ടുള്ള ഒറ്റ പദങ്ങളെ ശരിയായി ക്രമീകരിക്കുക. ഏതാണ്? ഭാര്യയുടെ മകൻ, മകളുടെ മകൻ. മകളുടെ മകൻ എന്താ പറയുക? ദൗഹിത്രൻ. മകളുടെ മകൻ എന്താ പറയുക? ദൗഹിത്രൻ. ഭാര്യയുടെ പിതാവിന് എന്താ പറയുക? ശ്വശുരൻ. ഭാര്യ പിതാവ് ശ്വശുരൻ. സഹോദരി പുത്രൻ ഭാഗിനേയൻ. സഹോദരിയുടെ ഭർത്താവ് സ്യാലൻ. ഓക്കെ, മകളുടെ മകൻ എന്താ പറയുക? ദൗഹിത്രൻ എന്ന് പറയും. ഭാര്യയുടെ പിതാവ് ശ്വശുരൻ എന്ന് പറയും. സഹോദരി പുത്രൻ ഭാഗിനേയൻ എന്ന് പറയും. സഹോദരിയുടെ ഭർത്താവാണെങ്കിൽ സ്യാലൻ. ഓപ്ഷൻ ഏതാ വരിക? ഓപ്ഷൻ ബി ആണ് വരിക. 1 ബി, 2 ഡി, 3 എ, 4 സി. കറക്റ്റാണ്. അടുത്തത് തെറ്റായ പദങ്ങളാണ് കണ്ടെത്തുക. ഐക്യമത്യമാണോ? അല്ല, ഐകമത്യമാണേ. ഐകമത്യം, ഐകമത്യം, ഐകമത്യമാണ് ശരി. ഐകമത്യം. അപ്പോൾ 1 തെറ്റാണ്. 1 തെറ്റുള്ളത് ഏതൊക്കെയാ? ഓപ്ഷൻ എയും ഓപ്ഷൻ ഡിയും ആണ്. ഇനി നിരൂപിക, അത് ശരിയാണ്. ശരിയായ രീതിയിലാണ് എഴുതിയിരിക്കുന്നത്. വേഗത അല്ല, വേഗം. എന്താണ്? വേഗം, വേഗമാണ്. വലുപ്പം കറക്റ്റാണ്. അപ്പോൾ തെറ്റായ പദങ്ങൾ ഏതൊക്കെയാണ്? 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. ഓക്കെ, താഴെ തന്നിരിക്കുന്നതിൽ സ്പർശിക്കാൻ പാടില്ലാത്തവൻ എന്ന അർത്ഥം വരുന്ന പദം. സ്പർശിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എന്താ? അസ്പൃശ്യൻ എന്നാണ് ശരിയായിട്ടുള്ള ആൻസർ. എന്താണ്? അസ്പൃശ്യൻ. എന്താണ്? അസ്പൃശ്യൻ. സ്പർശിക്കാൻ പാടില്ല. അസ്പൃശ്യൻ, അസ്പൃശ്യൻ. ഓക്കെ, സ്പർശിക്കാൻ പാടില്ല. ആചാര്യൻ എന്ന പദം ഏത് തരം ബഹുവചന രൂപമാണ്? ഏതാണ്? പൂജക ബഹുവചനമാണ്. ആചാര്യൻ പൂജക ബഹുവചനമാണ്. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത്. മലയാളത്തിലെ ശരിയായ തർജ്ജമ ഏതാണ്? ഫ്ലൈ ഓൺ ദ വാൾ എന്ന് പറഞ്ഞാൽ എന്താ? നേരത്തെ ഉയരുന്ന ആളാണോ? അല്ല, പ്രാധാന്യമില്ലാത്തൊരു വ്യക്തി എന്നുള്ളതാണ് ഫ്ലൈ ഓൺ ദ വാൾ എന്നുള്ളതിൻ്റെ അർത്ഥം. പ്രാധാന്യമില്ലാത്ത വ്യക്തി. ഫ്ലൈ ഓൺ ദ വാൾ എന്ന് പറഞ്ഞാൽ പ്രാധാന്യമില്ലാത്ത വ്യക്തി. പ്രാധാന്യമില്ലാത്ത വ്യക്തി, പ്രാധാന്യമില്ലാത്ത വ്യക്തിയാണ് ഫ്ലൈ ഓൺ ദ വാൾ എന്ന് പറഞ്ഞാൽ. ഔട്ട് ഓഫ് ദ വുഡ്സ് എന്ന് പറഞ്ഞാൽ അതീവ സന്തോഷം എന്നല്ല. എന്താണ്?
ഔട്ട് ഓഫ് ഡിഫിക്കൽട്ടീസ്, ഔട്ട് ഓഫ് ട്രബിൾ എന്ന് പറഞ്ഞാൽ ആപൽഘട്ടത്തിനെ തരണം ചെയ്യുക, അതിനാണ് ഔട്ട് ഓഫ് ദ വുഡ്സ് എന്ന് പറയാം. ഡൗൺ ടു എർത്ത് എന്ന് പറഞ്ഞാൽ എന്താ, വിനയമുള്ള എന്നുള്ളതാണ് ഡൗൺ ടു എർത്ത് എന്ന് പറഞ്ഞാൽ. വൺസ് ഇൻ എ ബ്ലൂ മൂൺ, വിരളമായി, അപ്പോൾ അതും തെറ്റാണ്. അപ്പോൾ ഏറ്റവും ശരിയായിട്ടുള്ള ഏതാണ്, വൺസ് ഇൻ എ ബ്ലൂ മൂൺ. അടുത്ത ചോദ്യം നോക്കാം. യൂസ് ദ കറക്റ്റ് ക്വസ്റ്റ്യൻ ടാഗ് ഫോർ ദ ഫോളോയിങ് സെൻറ്റൻസ് എന്നാണ്. സുമ ബ്രോക്ക് ദ ഗ്ലാസ്. സുമ എന്ത് ചെയ്തു, ഗ്ലാസ് ബ്രോക്ക് ചെയ്തു. V2 ഫോം ആണ് അല്ലേ, ബ്രോക്ക്, ബ്രേക്ക്, ബ്രോക്ക്, ബ്രോക്കൺ. അപ്പോൾ V2 ആണ്. V2 വരാണെങ്കിൽ നമ്മൾ എന്ത് ഫോം യൂസ് ചെയ്യണം, ഡിഡ് ഫോം യൂസ് ചെയ്യണം. ഓക്കെ, ബ്രോക്കിന് ഡിഡ് ഫോം ആണ് യൂസ് ചെയ്യുക. അപ്പോൾ സെൻറ്റൻസ് പോസിറ്റീവ് ആണ്, അപ്പോൾ ടാഗ് എന്ത് വരണം, നെഗറ്റീവ് വരണം. അപ്പോൾ സുമ ബ്രോക്ക് ദ ഗ്ലാസ്, ഡിഡിൻ ഷീ എന്നുള്ളതാണ് എന്ത് കറക്റ്റ് ആയിട്ടുള്ള ടാഗ്. ഓക്കെ, ഡിഡിൻ ഷീ ആണ് കറക്റ്റ് ആയിട്ടുള്ള ടാഗ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്തത് നോക്കാം. ഡ്രഗ്സ് ആൻഡ് ലിക്കർ ഡാഷ് ഇൻജൂരിയസ് ടു ഹെൽത്ത്. ഡ്രഗ്സ് ആൻഡ് ലിക്കർ ആർ ഇൻജൂരിയസ് ടു ഹെൽത്ത്. ഡ്രഗ്സ് ആൻഡ് ലിക്കർ ആർ ഇൻജൂരിയസ് ടു ഹെൽത്ത് ആണ്. രണ്ടും രണ്ട് തരത്തിലാണ് പറയുന്നത്, രണ്ടും ഒരുമിച്ച് പറയുന്നതല്ല. ഡ്രഗ്സ് ആൻഡ് ലിക്കർ രണ്ടും രണ്ട് തരത്തിലാണ് ബോഡീനെ എഫക്ട് ചെയ്യുക. പിക്ക് ഔട്ട് ദ കറക്റ്റ് സ്പെല്ലിംഗ് ഫ്രം ദ ഫോളോയിങ് ഓപ്ഷൻസ് ആണ്. LAZINESS ലേസിനെസ്. LAZINESS ആണ് ലേസിനെസ്. LAZINESS ആണ് ലേസിനെസ് എന്നുള്ളതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള സ്പെല്ലിംഗ്. പിക്ക് ഔട്ട് ദ മോസ്റ്റ് സ്യൂട്ടബിൾ വേർഡ് ഫ്രം ദ ഓപ്ഷൻസ് ഗിവൺ ബിലോ. ലില്ലി ഗേവ് അപ്പ് ദ സ്ട്രഗിൾ ഇൻ ഡെസ്പയർ. എന്താ പറയുക, ഡെസ്പയർ, നിരാശയോടുകൂടി, വളരെ നിരാശയോടുകൂടി അവൾക്ക് എന്ത് ചെയ്യേണ്ടി വന്നു, ആ ശ്രമം ഉപേക്ഷിക്കേണ്ടി വന്നു, അല്ലെങ്കിൽ അവളുടെ ബുദ്ധിമുട്ടുകൾ ഉപേക്ഷിക്കേണ്ടി വന്നു. ലില്ലി ഗേവ് അപ്പ് ദ സ്ട്രഗിൾ ഇൻ ഡെസ്പയർ. മിസ്റ്റി പ്ലേസ് എ ഡാഷ് റോൾ ഇൻ ദ ഫിലിം. എന്താണ്, ഡുവൽ ആണോ, ഡുവൽ ആണോ? ഡുവൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, യുദ്ധം, ദ്വന്ദ്വ യുദ്ധത്തിനാണ് ഡുവൽ എന്ന് പറയാം. ഡുവൽ എന്ന് പറഞ്ഞാൽ രണ്ട് ക്യാരക്ടർ. ഓക്കെ, മിസ്റ്റി പ്ലേസ് എ ഡുവൽ റോൾ ഇൻ ദ ഫിലിം. ഓക്കെ, ഇനി ആന്റണിം ഓഫ് ഡസ്ക്. ഡസ്കിൻ്റെ ആന്റണിം എന്താണ്? ഡസ്കിന് ഓപ്പോസിറ്റ് എന്താണ് വരിക, ഡോൺ. ഡോൺ എന്ന് പറഞ്ഞാൽ പ്രഭാതം. ഡോൺ എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രഭാതം. ഓക്കെ, ഡസ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, സന്ധ്യ. ഡസ്ക് എന്ന് പറഞ്ഞാൽ സന്ധ്യയാണ് കേട്ടോ. ഡസ്ക് എന്ന് പറഞ്ഞാൽ സന്ധ്യ. ഓപ്പോസിറ്റ് ജെൻഡർ ഓഫ് ഡ്രേക്ക്. ഡ്രേക്കിൻ്റെ ഓപ്പോസിറ്റ് ജെൻഡർ എന്താണ്, ഡക്കാണ്. ഡ്രേക്കിൻ്റെ ഓപ്പോസിറ്റ് ജെൻഡർ ഡക്കാണ്. റൊണാൾഡ് ഈസ് കമ്മിങ് ഡാഷ് എൻ എയറോപ്ലെയിൻ. ബൈ എൻ എയറോപ്ലെയിൻ. മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് ആണെങ്കിൽ ബൈ ആണ് നമ്മൾ അധികം യൂസ് ചെയ്യുക. ബൈ ദ ട്രെയിൻ, ബൈ എയറോപ്ലെയിൻ അങ്ങനെയാണ് പറയുക. ബൈ എൻ എയറോപ്ലെയിൻ അങ്ങനെയാണ് പറയുക. റൊണാൾഡ് ഈസ് കമ്മിങ് ബൈ എൻ എയറോപ്ലെയിൻ എന്നാണ് ശരിയായിട്ടുള്ള യൂസേജ്. കറക്റ്റ് ദ ഫോളോയിങ് സെൻറ്റൻസ് യൂസിങ് ദ അപ്രോപ്രിയേറ്റ് ഓപ്ഷൻ. രമേഷ് സോ എ ഈഗിൾ ഇൻ ദ സൂ. എ ഈഗിൾ അല്ല, ആൻ ഈഗിൾ എന്നാണ് പറയുക. ആൻ ഈഗിൾ ഇൻ സൂ. ഓക്കെ, ചേഞ്ച് ദ ഫോളോയിങ് സെൻറ്റൻസ് ഇൻ ടു പാസീവ് വോയിസ്. പാസീവ് വോയിസിലേക്ക് ആക്കാനാണ് പറയുന്നത്. കമല ലവ്സ് മിനി എന്ന് പറഞ്ഞാൽ അത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ്. സിമ്പിൾ പ്രസൻറ്റിന് വേറെ എവിടേക്കും ടെൻസ് മാറ്റേണ്ട കാര്യമില്ല. മിനി ഈസ് ലവ്ഡ് ബൈ കമല എന്നുള്ളതാണ് എന്ത്, ഈ ബൈ V3 വേണം കേട്ടോ. ഈ ബൈ ഫോം വേണം. എന്താണെങ്കിലും പാസീവ് വോയിസ് ആണെങ്കിൽ ഒരു ബൈ V3 ഉണ്ടായിരിക്കും. പാസീവ് വോയിസ് ആണെങ്കിൽ ഒരു ബൈ V3 ഉണ്ടായിരിക്കും. ബൈ പ്ലസ് V3 ഇല്ലാത്തത് പാസീവ് ഫോം അല്ല. അതാണ് പാസീവ് ഫോം ആണോ, പാസീവ് ആയിട്ടുള്ള വോയിസ് ആണോ അല്ലെങ്കിൽ ആക്റ്റീവ് ആയിട്ടുള്ള സെൻറ്റൻസ് ആണോ എന്ന് നോക്കാൻ ഏറ്റവും ഈസി. പാസീവ് വോയിസിൽ എന്തുണ്ടാവും, ബൈ പ്ലസ് V3 എന്നുള്ളൊരു ടേം ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ മിനി ഈസ് ലവ്ഡ് ബൈ കമല എന്നുള്ളതാണ് എന്ത് ശരിയായിട്ടുള്ള രൂപം. അടുത്ത ചോദ്യം മലയാളമാണ്. ഇനി നമുക്ക് കുറച്ച് മലയാളം നോക്കാം. നിങ്ങൾക്ക് ആർക്കും ബോറടിക്കുന്നില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. അഗ്നിയുടെ പര്യായ പദം എഴുതാനാണ് ചോദ്യം. അഗ്നി പര്യായ പദം എന്താണ്, അനലൻ. അഗ്നിയുടെ പര്യായം അനലൻ. അനിലൻ എന്ന് പറഞ്ഞാൽ ആരാണ്, കാറ്റാണ് അനിലൻ. ഓക്കെ, അഗ്നിയുടെ പര്യായം അനലൻ. ലേഖകൻ, അതിൻ്റെ സ്ത്രീലിംഗം എന്താ, ലേഖിക. ലേഖകന്റെ സ്ത്രീലിംഗം ലേഖിക. അടുത്തത് ശരത് പ്ലസ് ചന്ദ്രൻ. എന്താണ്, നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട്. ശരത് പ്ലസ് ചന്ദ്രൻ, ശരത് ചന്ദ്രനാണ് ആൻസർ. ഫലേച്ഛ കൂടാതെ എന്നർത്ഥം വരുന്ന പദം ഏതാണ്, ഫലേച്ഛ കൂടാതെ എന്ന് പറഞ്ഞാൽ ഫലം കൂടാതെ ചെയ്യുന്ന പ്രവൃത്തി. നിഷ്കാമം. എന്താണ്, നിഷ്കാമം. നിഷ്കാമം. ഫലേച്ഛ കൂടാതെ എന്ന് പറഞ്ഞാൽ നിഷ്കാമം. ശ്ലാഘ്യം എന്നതിൻ്റെ വിപരീത പദം എന്താണ്, ഗർഹ്യം. ശ്ലാഘ്യത്തിന് വിപരീത പദം എന്താണ്, ഗർഹ്യം. ഇനി വാഗർത്ഥം പിരിച്ചെഴുതുമ്പോൾ എങ്ങനെ വരും, വാഗർത്ഥം പിരിച്ചെഴുതുമ്പോൾ എങ്ങനെയാണ് നമുക്ക് കിട്ടുക, വാക്ക് അധികം അർത്ഥം. എന്താണ്, വാക്ക് അധികം അർത്ഥമാണെന്ത്, വാഗർത്ഥം. ഇനി ശരിയായ വാക്യം ഏറ്റെടുത്തെഴുതുക. അവൻ്റെ ഭാവിയെ പറ്റി ഓർത്തു ഞാൻ ആശങ്കാകുലനാണ്. ഓരോ വീട് തോറും കയറണം. ആ സമയത്ത് എനിക്കൊന്നും തോന്നിയില്ല. ഇങ്ങനെ നാണം കെട്ട് ജീവിക്കുന്നതിനേക്കാൾ ഭേദം മരിക്കുകയല്ലേ നല്ലത്. PSC തന്നിട്ടുള്ളത് പ്രകാരം 77C. ആ സമയത്ത് എനിക്കൊന്നും തോന്നിയില്ല എന്നുള്ളതാണ് ശരിയായിട്ടുള്ള
ആൻസർ. ഓരോ വീട് തോറും ഓരോ വീടും കയറണം എന്ന് പോരെ, ഓരോ വീട് തോറും കയറിയിറങ്ങണം എന്ന് വേണ്ടല്ലോ. അപ്പോൾ ആ സമയത്ത് എനിക്കൊന്നും തോന്നിയില്ല എന്നുള്ളതാണ് ശരിയായിട്ടുള്ള വാക്യം. അവൻ്റെ ഭാവി ഓർത്തു ഞാൻ ആശങ്കാകുലനാണ് എന്നൊന്നും പറയേണ്ടത് തോന്നുന്നു. ഞാൻ ആശങ്കാകുലനാണ് അങ്ങനെയല്ല തോന്നുന്നു. അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഫോം എനിക്കറിയില്ല. നിങ്ങൾക്ക് അറിയുമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, എനിക്ക് പറഞ്ഞുതരാം. ഇനി പൂജക ബഹുവചനത്തിന് ഉദാഹരണം എഴുതുക. എന്താണ്? നിങ്ങൾ എന്ന് പറയും. നമ്മൾ ബഹുമാനത്തോടു കൂടി പറയുന്നതല്ലേ പൂജക ബഹുവചനം. നിങ്ങൾ എന്ന് പറഞ്ഞാൽ അത് പൂജക ബഹുവചനത്തിന് ഉദാഹരണമാണ്. ഇനി അർത്ഥവ്യത്യാസം. കന്നരം എന്ന് പറഞ്ഞാൽ ഗുഹ, ചന്ദനത്തിൻ്റെതാ. കന്ദരം എന്ന് പറഞ്ഞാൽ ഗുഹ. എന്നാൽ കന്ധരം എന്ന് പറഞ്ഞാലോ? കന്ധരം എന്ന് പറഞ്ഞാൽ കഴുത്താണ്, കഴുത്ത്. കന്ധരം എന്ന് പറഞ്ഞാൽ കഴുത്താണ്. ഉട്ടോപ്യ എന്ന ശൈലി സൂചിപ്പിക്കുന്ന ആശയം എന്ത്? ഉട്ടോപ്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രായോഗികമല്ലാത്തത് എന്നാണ് അർത്ഥം. എന്താണ് പ്രായോഗികമല്ലാത്തത്? ഉട്ടോപ്യൻ ഐഡിയ എന്നൊക്കെ പറയില്ലേ, വില പോവാത്തത്. പ്രായോഗികമല്ലാത്തത് എന്നാണ് ഉട്ടോപ്യ എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത്. അടുത്ത ചോദ്യം നോക്കാമേ. സെലക്ട് ദ കറക്റ്റ് ഫോം ഓഫ് ദ ടെൻസ് എന്നാ പറഞ്ഞിട്ടില്ലേ. The mayor dash the place last Sunday. The mayor visited the place last Sunday. ഇത് കറക്റ്റ് ആയിട്ടൊരു സ്പെസിഫിക് ടൈം പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ്? സിമ്പിൾ പാസ്റ്റ് ആണ് എന്ത്? നമ്മുടെ ടെൻസ്. ഓക്കെ, സിമ്പിൾ പാസ്റ്റ് ആകുമ്പോൾ വിസിറ്റഡ് മാത്രം മതി. ദ മേയർ വിസിറ്റഡ് ദ പ്ലേസ് ലാസ്റ്റ് സൺഡേ എന്നുള്ളതാണ് ശരിയായിട്ടുള്ള രൂപം. ഇനി 82ാമത്തെ ചോദ്യം. ദി ഇഡിയം റൗണ്ട് ദ കോർണർ എന്ന് പറഞ്ഞാൽ എന്താണ്? വെരി നിയർ എന്നാണ് അർത്ഥം. റൗണ്ട് ദ കോർണർ എന്ന് പറഞ്ഞാൽ എന്താണ്? വെരി നിയർ എന്നാണ് ആൻസർ. ഫൈൻഡ് ഔട്ട് ദ വേർഡ് വിത്ത് കറക്റ്റ് സ്പെല്ലിംഗ്. സ്പെല്ലിംഗ് ആണ്. എന്താണ്? ഡയേറിയ. ഡയറിയുടെ സ്പെല്ലിംഗ് എന്താ? DIARRHEA. 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 ഡയേറിയ. ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് വിത്ത് അപ്രോപ്രിയേറ്റ് ആർട്ടിക്കിൾസ് എന്നാണ് അടുത്തത്. റാം വെന്റ് ടു ഡാഷ് പാർക്ക് വൺ ഡേ ആൻഡ് ഡാഷ് പാർക്ക് ഹാഡ് എ പോണ്ട് വിത്ത് ഡാഷ് ഫ്ലവേഴ്സ്. റാം വെന്റ് ടു എ പാർക്ക് വൺ ഡേ ആൻഡ് ദ പാർക്ക്. പിന്നെ നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത് പാർക്കിനെയാണ്. അപ്പോൾ എ പാർക്ക്, ദെൻ ദ പാർക്ക് ഹാഡ് എ പോണ്ട് വിത്ത് നോ ആർട്ടിക്കിൾ മതി. പിന്നെ ഫ്ലവേഴ്സ്. വിത്ത് എ ഫ്ലവേഴ്സ് എന്ന് പറയില്ല, വിത്ത് ഫ്ലവേഴ്സ് എന്നാണ് പറയുക. അതായത് അവിടെ ആർട്ടിക്കിളിൻ്റെ ആവശ്യമില്ല. റാം വെന്റ് ടു എ പാർക്ക് വൺ ഡേ. ആദ്യം പാർക്കിൽ പോയി, അപ്പോൾ പാർക്കിന് ആദ്യം പറഞ്ഞു, അതുകൊണ്ട് പിന്നെ സ്പെസിഫൈ ചെയ്തിട്ടാണ് പാർക്ക് വരുന്നത് അല്ലേ. അപ്പോൾ ദ പാർക്ക് ഹാഡ് എ പോണ്ട് വിത്ത് ഫ്ലവേഴ്സ്, നോ ആർട്ടിക്കിൾ. അപ്പോൾ 84 C ആണ് ആൻസർ. ഇനി ആഡ് എ ക്വസ്റ്റ്യൻ ടാഗ്. ഇറ്റ് വാസ് റെയിനിങ് ഹെവിലി അല്ലേ. ഇറ്റ് വാസ് റെയിനിങ് ഹെവിലി വാസൻറ്റ് ഇറ്റ്. വാസ് ഉണ്ട്, അപ്പോൾ വാസൻറ്റ് ഇറ്റ്. നോട്ട് വരാൻ കാരണം സെൻറ്റൻസിൽ പോസിറ്റീവാണ്, അതുകൊണ്ട് ടാഗ് നെഗറ്റീവ് ആയിരിക്കണം. എ ക്രൂസി വെർബലിസ്റ്റ് ഈസ് എ പേഴ്സൺ ഹു ഡിസൈൻസ് എന്താണ്? ക്രോസ് വേർഡ് പസിൽ. ക്രൂസി വെർബലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ക്രോസ് വേർഡ് പസിൽ ഡിസൈൻ ചെയ്യുന്ന ആളാണ്. ദ ടീച്ചർ എലോങ് വിത്ത് ഹെർ സ്റ്റുഡൻസ്. എലോങ് വിത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യത്തെ സബ്ജക്റ്റിനനുസരിച്ച് വേണം വെർബ് എഴുതാൻ. ദ ടീച്ചർ എലോങ് വിത്ത് ഹെർ സ്റ്റുഡൻസ് ഗോൺ ടു ദ മ്യൂസിയം. ഇവിടെ ഗോൺ V3 ആണ്, ഹാസ് ആണ് വരേണ്ടത്. ഗോൺ ടു ദ മ്യൂസിയം. ദ ടീച്ചർ along with the students has gone to the museum. She dances gracefully. Dances gracefully. അപ്പോൾ ഡാൻസ് എങ്ങനെയാണ്? ഗ്രേസ്ഫുൾ ആയിട്ടുള്ള ഡാൻസ് ആയിരുന്നു. ഡാൻസ് എന്ന് പറഞ്ഞാൽ വെർബ് അല്ലേ. ദ വേർഡ് ഗ്രേസ്ഫുള്ളി ഡിനോട്ട്സ് adverb ആണ്. adverb ആണ് ഗ്രേസ്ഫുള്ളി എന്ന് പറഞ്ഞാൽ. which type of sentence is given below? what a beautiful day. what a beautiful day ഏതാണ്? എക്സ്ക്ലമേറ്ററി സെന്റൻസ് ആണ്. ഓ എന്തൊരു ഭംഗിയുള്ള ദിവസം. അപ്പോൾ what a beautiful day എക്സ്ക്ലമേറ്ററി സെന്റൻസ് ആണ്. ആന്റോണിം ഓഫ് ദ വേർഡ് വിവിഡ്. വിവിഡ് എന്നതിൻ്റെ ആന്റണിം ആണ് പറയുന്നത്. വിവിഡ് എന്ന് പറഞ്ഞാൽ എന്താ? വിശദമായ, 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 പരന്നത്, വിശദമായത് എന്നൊക്കെയാണ് വിവിഡ് എന്നുള്ളത് അർത്ഥം. ഇനി വേഗ് എന്ന് പറഞ്ഞാൽ എന്താ? വേഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവ്യക്തമായത്. എന്താണ്? അവ്യക്തമായത്, വിശദമായത്, തെളിഞ്ഞത് എന്നൊക്കെ അർത്ഥം. വിവിഡ് അത് അവ്യക്തമായതാണ്. എന്ത്? വേഗ് എന്ന് പറഞ്ഞാൽ അവ്യക്തം, അവ്യക്തം. അപ്പോൾ അതിൻ്റെ ആന്റോണിം എന്ന് പറഞ്ഞാൽ എന്താണ്? വേഗ് ആണ്. ഓക്കെ, അടുത്തത് മലയാളം ചോദ്യങ്ങളാണ്. അയാൾ. അയാൾ എന്നുള്ളതിനെ എങ്ങനെ പിരിച്ചെഴുതാം? ആ പ്ലസ് ആളാണെന്ത്? അയാൾ എന്നുള്ളതിൻ്റെ പിരിച്ചെഴുതിയാൽ നമുക്ക് ലഭിക്കുക. അയാൾ എന്നുള്ളത് നമ്മൾ എങ്ങനെ പിരിച്ചെഴുതും? ആ പ്ലസ് ആൾ. ചുവടെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ വാക്യം. അവൻ മാത്രമേ വന്നുള്ളൂ, അവനെ വന്നുള്ളൂ എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഫോം എന്ന് തോന്നുന്നു. കേവലം ജലപാനം മാത്രം നടത്തി എന്ന് മതി എന്നാണ് തോന്നുന്നത്. വെറും വെള്ളം മാത്രം കുടിച്ചു. വെള്ളം മാത്രം കുടിച്ചു എന്ന് പറഞ്ഞാലും ശരിയാണ്. എന്നാൽ അവൻ എന്നാണ് ശരി. ഓക്കെ, അവൻ ഒരക്ഷരം ഉരിയാടിയില്ല. PSCയുടെ ആൻസർ പ്രകാരം ചുവടെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ വാക്യം എന്ന് പറഞ്ഞത് അവൻ ഒരക്ഷരം ഉരിയാടിയില്ല എന്നുള്ളതാണ്. അവൻ ഒരക്ഷരം ഉരിയാടിയില്ല. ബാക്കി എല്ലാത്തിലും തെറ്റുണ്ട് എന്നാണ് PSC പറയുന്നത്. ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ എനിക്ക് അറിയില്ല, അതുകൊണ്ടാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കൊളാക്കാത്തത് കേട്ടോ. ഇനി ചാൾസ് ഡാർവിൻ്റെ ദ ഒറിജിൻ ഓഫ് സ്പീഷീസ് അതെന്ത് ചെയ്തിട്ടുണ്ട്?
ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. താഴെ പറയുന്നവയിൽ സലിംഗ ബഹുവചന രൂപം, സലിംഗം ലിംഗം പറയുന്നുണ്ട്, ഏതാണ്? പെണ്ണുങ്ങൾ. വേലക്കാർ, അധ്യാപകർ, പെണ്ണ് എന്ന് പറയുന്നതിനേക്കാളും സലിംഗ വചനം ചേർന്നിരിക്കുന്നത് പെണ്ണുങ്ങൾ. പെട്ടെന്ന് നമുക്ക് മനസ്സിലാവില്ലേ, ഗേൾസ് ആണെന്ന് മനസ്സിലാവുണ്ടല്ലോ. ഇനി പുറം പ്ലസ് അടി ചേർത്ത് എഴുതിയാൽ നമുക്ക് എന്ത് കിട്ടും? പുറമടി എന്ന് കിട്ടും. പുറം പ്ലസ് അടി എന്നുള്ളത് പുറമടി എന്ന് നമുക്ക് കിട്ടും. സൂര്യന്റെ പര്യായ പദം അല്ലാത്തത് ഏതാണ്? ബ്രദ്നനാണോ, ഹരിതശ്വനാണോ, വികർത്തനാണോ, സൂപവർണിയാണോ? ഹരിദശനാണ് എന്ത്? സൂര്യന്റെ പര്യായ പദം അല്ലാത്തത്. ഇതൊന്ന് നോക്കി വെച്ചോ. ബ്രദ്നൻ, ബ്രദ്നൻ എന്ന് പറഞ്ഞാൽ സൂര്യനാണ്. ബ്രദ്നൻ. വികർത്തനൻ, വികർത്തനൻ കുറെ വികരണമൊക്കെ ഇല്ലേ, അപ്പൊ ഇങ്ങനെ വികർത്തനൻ എന്നുള്ളത് സൂര്യനാണ്. സൂപവർണി, സൂപവർണി വിവിധ വർണ്ണങ്ങളൊക്കെ തരുന്നത് കൊണ്ട് സൂപവർണി. അതുകൊണ്ട് സൂര്യൻ എന്ന് പറഞ്ഞാൽ സൂപവർണി, വികർത്തനൻ, ബ്രദ്നൻ ഒക്കെ സൂര്യന്റെ പര്യായ പദമാണ്. പക്ഷേ ഏതല്ല? ഹരിദശ്വൻ സൂര്യന്റെ പര്യായ പദമല്ല. അടിയിൽ വരച്ചിരിക്കുന്ന പദത്തിന്റെ വിപരീത പദം തിരഞ്ഞെടുത്തെഴുതുക. തുല്യത, തുല്യതയെക്കുറിച്ചുള്ള ആദർശം ജനാധിപത്യത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നാണ്. തുല്യത, അതുല്യം. വിപരീതമാണ് അതുല്യം. താഴെ പറയുന്നവയിൽ നിന്നും ശരിയായ വാക്ക് തിരഞ്ഞെടുത്തെഴുതുക. അസ്തിത്വം, 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 അസ്തിത്വം. ഇതിലേതാണ് ശരി? അസ്ഥി. നമ്മൾ വിശ്വസ്തൻ എന്നൊക്കെ പറഞ്ഞില്ലേ, അതാണ് അസ്തിത്വമാണ് എന്ത്? ശരിയായിട്ടുള്ള വാക്ക്. അസ്തിത്വം, അസ്തിത്വം, അസ്തിത്വം. അടിയിൽ വരച്ചിരിക്കുന്ന വാക്യങ്ങളുടെ ഒറ്റപ്പദം തിരഞ്ഞെടുത്ത് എഴുതുക. വ്യാകരണം അറിയുന്നവർക്ക് ഈ ഗ്രന്ഥം ശരിയായി മനസ്സിലാക്കാൻ സാധിക്കൂ. വ്യാകരണം അറിയുന്നവൻ പേരെന്താണ്? വൈയാകരണൻ. എന്താണ്? വൈയാകരണൻ. ആ സ്പെല്ലിംഗ് ഒന്ന് നോക്കി വെച്ചോളൂ. അടിയിലൊരു സാധനം ഉണ്ട്, വൈയാകരണൻ. ഓക്കെ. ഇനി അടിയിൽ വരച്ചിരിക്കുന്ന ശൈലിയുടെ ശരിയായ അർത്ഥം തിരഞ്ഞെടുത്ത് എഴുതുക. സുഹൃത്തുക്കളിൽ നിന്നും അഞ്ചാം പത്തിക്കാരെ ഒഴിവാക്കുക. അഞ്ചാം പത്തിക്കാർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒറ്റ കൊടുക്കുന്നവരാണ് അഞ്ചാം പത്തിക്കാർ. ഓക്കെ, അപ്പൊ ഇത്രയും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. അടുത്തൊരു ചോദ്യമാണ്, മൈ ഫാദർ റെയർലി സ്മോക്ഡ് എ പൈപ്പ്. റെയർലി സ്മോക്ഡ്, സ്മോക്ഡ് വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? ഡിഡ് യൂസ് ചെയ്യണം. അതായത് പാസ്റ്റ് ഫോമാണ് പറഞ്ഞത്, അപ്പോൾ ഡിഡ് യൂസ് ചെയ്യണം. മൈ ഫാദർ റെയർലി സ്മോക്ഡ് എ പൈപ്പ്. അപ്പം ഡിഡ് ഹി ആണ്. ഇവിടെ റെയർലി വന്നതുകൊണ്ട് സെന്റൻസ് നെഗറ്റീവ് ആണ്. അപ്പോൾ ഡിഡ് ഹി യൂസ് ചെയ്താൽ മതിയാവും. ഇഫ് ഷീ റീച്ച്ഡ് ദർ ഏർലി ഷീ ഡാഷ് ഹിം. അവൾ എവിടെ എത്തുകയാണെങ്കിൽ അവൾക്ക് അവിടെ കാണാമായിരുന്നു. ഇഫ് ഷീ റീച്ച്ഡ് ദർ ഏർലി, ഇതിവിടെ V2 ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇപ്പുറത്ത് എന്ത് വരണം? വുഡോ കുഡോ വരണം. കുഡ് കഴിഞ്ഞാൽ പിന്നെ എന്ത് വരണം? വെർബിന്റെ V1 ആണ് വരേണ്ടത്, ഫസ്റ്റ് ഫോം ആണ് വരേണ്ടത്. അപ്പോൾ ഷീ കുഡ് മീറ്റ് ഹിം എന്നാണ്. ഷീ കുഡ് മെറ്റ് അല്ല, V2 അല്ല യൂസ് ചെയ്യുക. ഷീ കുഡ് മീറ്റ് ഹിം എന്നുള്ളതാണ് വരിക. അപ്പോൾ ഇഫ് ഷീ റീച്ച്ഡ് ദർ ഏർലി ഷീ കുഡ് മീറ്റ് ഹിം എന്നുള്ളതാണ് ശരിയായിട്ടുള്ള രൂപം. അടുത്തത് മായ മദർ വാച്ച് ഹിം കെയർഫുള്ളി. മായ ആസ്ക്ഡ് ഹെർ മദർ ഡാഷ് കെയർഫുള്ളി. എന്താണ്? ഒരു ഇമ്പാരറ്റീവ് സെന്റൻസ് ആണല്ലേ. അമ്മേനോട് ഉപദേശിച്ച് പറയുകയാണ് അവനെ നന്നായിട്ട് നോക്കണം. അപ്പോൾ ഇമ്പാരറ്റീവ് ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ടു ഫോം ചേർക്കണം. ഓക്കെ, അപ്പോൾ മായ ആസ്ക്ഡ് ഹെർ മദർ ടു വാച്ച് ഹിം കെയർഫുള്ളി. ടു വാച്ച് ഹിം കെയർഫുള്ളി. അടുത്ത ചോദ്യം നോക്കാം. ഫൈൻഡ് ദ പാർട്ട് ഓഫ് സെൻറ്റൻസ് വിച്ച് ഈസ് ഇൻകറക്റ്റ്. ഇൻകറക്റ്റ് ആയിട്ടുള്ളത് കണ്ടുപിടിക്കാനാണ്. വൺ ഓഫ് ദ ബോയ്സ് ഇൻ അവർ ക്ലാസ് ഹാവ് വൺ ദ പ്രൈസ്. ഈ വൺ ഓഫ് ദ ബോയ്സ് കഴിഞ്ഞിട്ട് പ്ലൂറൽ സബ്ജക്റ്റ് ആണ്. എന്ത് വരണം? സിംഗുലർ വെർബ് വരണം. അപ്പോൾ ഹാസ് വൺ ദ പ്രൈസ് ആണ്. വൺ ഓഫ് ദ എന്ന് ചോദിച്ചു കഴിഞ്ഞെങ്കിൽ വൺ ഓഫ് ദ പ്ലൂറൽ സബ്ജക്റ്റ് ആവും വരിക. വൺ ഓഫ് ദയുടെ കൂടെ പ്ലൂറൽ സബ്ജക്റ്റ് ആണ് വരിക. പക്ഷേ വെർബ് വരുമ്പോൾ സിംഗുലർ വെർബ് യൂസ് ചെയ്യണം. വൺ ഓഫ് ദ ബോയ്സ് ഇൻ അവർ ക്ലാസ് ഹാസ് വൺ ദ പ്രൈസ് ആണ് ആൻസർ ആയിട്ട് വരിക. ഹാവ് വൺ അല്ല, ഹാസ് വൺ. ഷീ ആൾവേസ് കീപ് ഹെർ റൂം ടൈഡി. ഷീ ആൾവേസ് കീപ്സ് ഹെർ റൂം ടൈഡി. അവൾ എല്ലായ്പ്പോഴും അവളുടെ റൂം വൃത്തിയായിട്ട് വെക്കുന്നു. വിച്ച് ഓഫ് ദ ഫോളോയിങ് സെന്റൻസ് കൺവേസ് ദ സെയിം ഐഡിയ. എന്താണ് ഇതേ മീനിങ് വരുന്ന മറ്റു വാക്യം കണ്ടെത്താനാണ് പറഞ്ഞത്. ഷീ നെവർ കീപ്സ് ഹെർ റൂം ടൈഡി. അവൾ ഒരിക്കലും അവളുടെ റൂം വൃത്തിയായി വെക്കില്ല, അതാണോ? അല്ല. പിന്നെന്താ? ഷീ നെവർ കീപ്സ് ഹെർ റൂം അൺടൈഡി. അവൾ ഒരിക്കലും അവളുടെ റൂം എന്ത് ചെയ്യില്ല? അൺടൈഡി ആയിട്ട് വെക്കില്ല. അപ്പോൾ എന്താണ്? അത് കറക്റ്റ് ആയിട്ടുള്ള മീനിങ് ആണ് വരുന്നത്. ഓക്കെ, ദ ഡയറക്ടർ ഹാസ് ഡിസൈഡഡ് ടു കാസ്റ്റ് എ ന്യൂ ആക്ടർ ആസ് ദ ഡാഷ് ഇൻ ഹിസ് ന്യൂ ഫിലിം. എന്താണ്? ദ ഡയറക്ടർ ഹാസ് ഡിസൈഡഡ് ടു കാസ്റ്റ് എ ന്യൂ ആക്ടർ ആസ് ദ ഡാഷ് ഇൻ ഹിസ് ന്യൂ ഫിലിം. അയാളുടെ പടത്തിൽ പുതിയതായിട്ട് ഒരാൾ എടുക്കാനായിട്ട് ഡയറക്ടർ തീരുമാനിച്ചു. പുതിയ ആരെയായിട്ട് എടുക്കാനാണ്? പ്രൊട്ടഗോണിസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രധാന നടൻ. പ്രൊട്ടഗോണിസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രധാന നടൻ. ദ ഡയറക്ടർ ഹാസ് ഡിസൈഡഡ് ടു കാസ്റ്റ് എ ന്യൂ ആക്ടർ. ഒരു പുതിയ ആളെ എന്തായിട്ട്? പ്രൊട്ടഗോണിസ്റ്റ് എന്ന് പറഞ്ഞെങ്കിൽ പ്രധാന നടനായിട്ട് തിരഞ്ഞെടുക്കാനായിട്ട് തീരുമാനിച്ചു. എവിടെ? അദ്ദേഹത്തിന്റെ പുതിയ സിനിമയിലേക്ക്. ദ ഡയറക്ടർ ഹാസ് ഡിസൈഡഡ് ടു കാസ്റ്റ് എ ന്യൂ ആക്ടർ ആസ് ദ പ്രൊട്ടഗോണിസ്റ്റ്. എന്താണ്? പ്രൊട്ടഗോണിസ്റ്റ്. ഓക്കെ, ദ വേർഡ് വിച്ച് മീൻസ് എ സ്റ്റുഡൻറ് വിത്ത് ദ ഹയസ്റ്റ് അക്കാഡമിക് റാങ്ക് ഇൻ ദ ക്ലാസ്. എന്താ? വാലഡിക്ടോറിയൻ. എന്താണ്? വാലഡിക്ടോറിയൻ. അക്കാഡമിക്കിൽ ഏറ്റവും റാങ്കുള്ള, ഏറ്റവും
ഉയർന്ന പൊസിഷനിൽ നിൽക്കുന്ന കുട്ടീനെ, ക്ലാസ്സിലെ ഏറ്റവും മിടുക്കനായ അല്ലെങ്കിൽ ഏറ്റവും റാങ്കുള്ള കുട്ടീനെ എന്താ പറയുക? വാലഡിക്ടോറിയൻ എന്നാണ് പറയുക. വാലഡിക്ടോറിയൻ എന്ന് പറഞ്ഞാൽ എന്താ? വാലറ്റ്യൂഡിനേറിയൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഹെൽത്തിനെ പറ്റിയിട്ട് ഭയങ്കര ഉത്കണ്ഠയുള്ള ഒരാളാണ് വാലറ്റ്യൂഡിനേറിയൻ എന്ന് പറഞ്ഞാൽ. വാലറ്റ്യൂഡിനേറിയൻ എന്ന് പറഞ്ഞാൽ ഹെൽത്തിനെ പറ്റിയിട്ട് ഉത്കണ്ഠയുള്ള ആളാണ് വാലറ്റ്യൂഡിനേറിയൻ. എന്നാൽ വാലഡിക്ടോറിയൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ലാസ്സിലെ ഏറ്റവും ഹയസ്റ്റ് റാങ്കുള്ള കുട്ടി എന്നാണ് അർത്ഥം. രണ്ടും തമ്മിൽ മാറിപ്പോകാതിരിക്കാൻ ശ്രദ്ധിക്കാം. വെൻ റീത സേസ് ദ സബ്ജക്റ്റ് ഈസ് ഗ്രീക്ക് ആൻഡ് ലാറ്റിൻ ടു മീ, ഷി മീൻസ്, അതായത് ഗ്രീക്ക് ആൻഡ് ലാറ്റിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ സബ്ജക്റ്റ് ഈസ് ഗ്രീക്ക് ആൻഡ് ലാറ്റിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ന്യൂ ടു ഹെർ, അവർക്കത് അപരിചിതമായിട്ടുള്ള ഒന്നാണ്. വിച്ച് വേർഡ് ഇസ് സിമിലർ ഇൻ മീനിങ് ടു ദ വേർഡ് അമേച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അൺസ്കിൽഡ് എന്നാണ് അർത്ഥം. ഡേവിഡ് ഈറ്റ് ടു മച്ച് നൗ എ ഡേയ്സ്, സോ ഹി ഹാസ് ഡാഷ് എ ഫ്യൂ പൗണ്ട്സ് റീസെൻ്റ്ലി. എന്ത് ചെയ്തിട്ടുണ്ട്? പുട്ട് ഓൺ എന്ന് പറഞ്ഞാൽ എന്താ? വെയിറ്റ് ഗെയിൻ ചെയ്യാമെന്നും കൂടി അർത്ഥമുണ്ട്. മലയാളം ചോദ്യങ്ങളാണ്. താഴെ കൊടുത്തിരിക്കുന്ന പദങ്ങളിൽ ശരിയായ രൂപം തിരഞ്ഞെടുത്തെഴുതുക. ഗ്രന്ഥം ഏതാണ്? ശരിയായിട്ടുള്ള രൂപം ഗ്രന്ഥമാണ്. ശരിയായ പദം തിരഞ്ഞെടുത്തെഴുതുക. അത്യാവശ്യം, 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 അത്യാവശ്യം. എന്താണ്? അത്യാവശ്യം. ഓക്കെ. അടുത്തത് ശരിയായ വാക്യം തിരഞ്ഞെടുത്തെഴുതുക. അവർ രണ്ടുപേരും കൂടി ഒരുമിച്ച് വന്നു. അവർ രണ്ടുപേരും ഒരുമിച്ച് വന്നു. അതാണ് ശരിയായിട്ടുള്ള സെൻറ്റൻസ്. അവർ രണ്ടുപേരും ഒപ്പം ഒരുമിച്ച് വന്നു വേണ്ട, രണ്ടുപേരും കൂടി ഒപ്പം ഒരുമിച്ച്, എല്ലാം കൂടി വേണ്ട. ശരിയായിട്ടതാണ് അവർ രണ്ടുപേരും ഒരുമിച്ച് വന്നു. ആൻ ആപ്പിൾ ഓഫ് ഡിസ്കോർഡ് എന്ന ശൈലിക്ക് സമാനമായ തർജ്ജമ എഴുതുക. എന്താണ്? കലഹത്തിന് കാരണമായത്. ആൻ ആപ്പിൾ ഓഫ് ഡിസ്കോർഡ് എന്ന് പറഞ്ഞാൽ കലഹത്തിന് കാരണമായത്. ഒറ്റപ്പദം. മനസ്സിനെ രമിപ്പിക്കുന്നത് മനോരമ. ഉദ്യോഗ സംബന്ധമായത്, ഈ വാക്കിന്റെ ഒറ്റപ്പദം എന്താണ്? ഔദ്യോഗികം. ഉദ്യോഗ സംബന്ധമായത് ഔദ്യോഗികം. പുരോഗതി എന്ന പദത്തിന്റെ വിപരീത പദം എന്താണ്? പുരോഗതി എന്ന് പറഞ്ഞാൽ അധോഗതി. ഓപ്ഷൻ തന്നിട്ടുള്ളതിൽ വെച്ച് പറയുകയാണെങ്കിൽ അധോഗതി. അധികം എന്ന പദത്തിന്റെ വിപരീത പദം ന്യൂനം. അധികം എന്ന പദത്തിന്റെ വിപരീത പദം എന്താണ്? ന്യൂനമാണ്. സൂര്യന്റെ പര്യായം എഴുതുക. ഇതിൽ ഈ ഓപ്ഷൻ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. കാരണം ഇനൻ, ഭാസ്കരൻ, ദിവാകരൻ ഒക്കെ സൂര്യനാണ്. ആദിത്യൻ ഇനൻ എന്ന് പറഞ്ഞാലും സൂര്യനാണ്. ആദിത്യൻ, ഭാസ്കരൻ, ദിവാകരൻ എന്ന് പറഞ്ഞാലും സൂര്യനാണ്. ഇനൻ, ഭാസ്കരൻ, ആദിത്യൻ എന്ന് പറഞ്ഞാലും സൂര്യനാണ്. അടുത്ത ചോദ്യം. യാതൊരു പ്രയോജനവും ആർക്കും ലഭിക്കാത്ത തരത്തിലുള്ള പ്രവൃത്തി. ഈ അർത്ഥം വരുന്ന പഴഞ്ചൊല്ല് കണ്ടെത്താനാണ്. എന്താണ്? പുര കത്തുമ്പോൾ വാഴ വെട്ടുക, കടലിൽ കായം കലക്കിയ പോലെ ഉണ്ട ചോറിൽ കല്ലിടുക, അല്പന അർത്ഥം കിട്ടിയാൽ അർദ്ധരാത്രിയും കുടപിടിക്കും. എന്താണ്? കടലിൽ കായം കലക്കിയ പോലെ. യാതൊരു പ്രയോജനവും ആർക്കും ലഭിക്കാത്ത തരത്തിലുള്ള പ്രവൃത്തി എന്ന് പറഞ്ഞാൽ കടലിൽ കായം കലക്കിയ പോലെ. ഒറ്റപ്പദം എഴുതുക. ദർശനത്തെ സംബന്ധിച്ച് എന്താണ്? ദാർശനികം. ദർശനത്തെ സംബന്ധിച്ച് ദാർശനികം. ആഹ്ലാദത്തെ പ്രദാനം ചെയ്യുന്നത് എന്ന അർത്ഥത്തിന്റെ സമാന പദം എന്താ? ആഹ്ലാദപ്രദം. എന്താണ്? ആഹ്ലാദത്തെ പ്രദാനം ചെയ്യുന്നത് ആഹ്ലാദപ്രദം. പൊൻ പ്ലസ് കുടം ചേർത്തെഴുതിയാൽ എന്ത് കിട്ടും? പൊൽക്കുടം. പൊൻ പ്ലസ് കുടം ചേർത്തെഴുതിയാൽ പൊൽക്കുടം കിട്ടും. കവി എന്ന പദത്തിന്റെ സ്ത്രീലിംഗം പദം എഴുതുക. കവി എന്ന പദത്തിന്റെ സ്ത്രീലിംഗ പദം എഴുതുക. എന്താണ്? കവയിത്രി. കവി, കവയിത്രി. എപ്പോഴും ഒരുപാട് തവണ PSC ചോദിച്ചിട്ടുള്ളതാണ് മക്കളെ. കവി എന്ന പദത്തിന്റെ സ്ത്രീലിംഗ പദം കവയിത്രി. യാചകി എന്ന പദത്തിന്റെ പുല്ലിംഗം എന്താ? യാചകൻ. യാചകി എന്ന പദത്തിന്റെ പുല്ലിംഗ പദം യാചകൻ. ഏകവചന രൂപം തിരഞ്ഞെടുത്തെഴുതുക. എന്താണ്? കവിത്രയം. ഏകവചനമാണോ? ഇല്ല, 3 പേരുണ്ട് അല്ലേ. വൈദ്യർ. എന്നാൽ വൈദ്യർ, നമ്മൾ എന്ന് പറഞ്ഞാലും ഒരുപാട് പേരുണ്ട്. നമ്മൾ എന്ന് പറഞ്ഞാൽ കുറെ പേരെ കാണിക്കാനാണ് നമ്മൾ എന്ന് പറയാം. സംപൂജ്യർ വൈദ്യരാണ്. ഏകവചനം എന്ന് പറഞ്ഞാൽ വൈദ്യരാണ്, ഒരാളേ ഉള്ളൂ. അടുത്തത് നിന്നു എന്നുള്ളത് പിരിച്ചെഴുതിയാൽ എങ്ങനെ വരും? നിൻ പ്ലസ് തു ആണ് എന്ത്? നിന്നു. നിൻ പ്ലസ് തു ആണ് നിന്നു. വിദ്യാഭ്യാസം എന്ന പദം പിരിച്ചെഴുതുക. വിദ്യാഭ്യാസം എന്ന പദം പിരിച്ചെഴുതുക. വിദ്യ പ്ലസ് അഭ്യാസമാണെന്ത്? വിദ്യാഭ്യാസം. വിദ്യ പ്ലസ് അഭ്യാസമാണ് വിദ്യാഭ്യാസം. വെൻ ഇൻ റോം ഡു ആസ് ദ റോമൻസ് ഡു. ഈ പഴഞ്ചൊല്ലിന് സമാനമായ മലയാള പരിഭാഷ തിരഞ്ഞെടുത്തെഴുതുക. ചേരയെ തിന്നുന്ന നാട്ടിൽ ചെന്നാൽ നടുക്കണ്ണം തിന്നണം. അത് തന്നെയാണ് എന്ത്? ശരിയായിട്ടുള്ള പരിഭാഷ. വെൻ ഇൻ റോം ഡു ആസ് ദ റോമൻസ് ഡു എന്ന പഴഞ്ചൊല്ലിന് സമാനമായ മലയാള പരിഭാഷ ചേരയെ തിന്നുന്ന നാട്ടിൽ ചെന്നാൽ നടുക്കണ്ണം തിന്നണം. രാമന്റെ കഥ, കൃഷ്ണന്റെ കഥ. ഈ 2 വാക്യങ്ങളെയും ഉചിതമായ ഘടകം ചേർത്ത് എഴുതുക. രാമന്റെയോ കൃഷ്ണന്റെയോ കഥ ശരിയാണ്. രാമന്റെയും കൃഷ്ണന്റെയും കഥ, ഈ രണ്ടും ശരിയായ എന്താണ്? ഘടകപദങ്ങളാണ്. രാമന്റെ കഥ, കൃഷ്ണന്റെ കഥ. രാമന്റെ കൃഷ്ണന്റെ കഥ അങ്ങനെ പറയില്ല. രാമന്റെയും കൃഷ്ണന്റെയും കഥ അല്ലെങ്കിൽ രാമന്റെയോ കൃഷ്ണന്റെയോ കഥ. അപ്പോൾ 1ഉം 2ഉം ശരിയാണ്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വൺ, ഫിൽ അപ്പ് വിത്ത് സ്യൂട്ടബിൾ പ്രപ്പോസിഷൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇറ്റ് ഈസ് ഫ്രൂട്ട്ലെസ് ടു ലാമറ്റ് ഡാഷ് അവർ ട്രാജഡീസ്. അപ്പം ലാമൻ എന്ന് പറഞ്ഞാൽ എന്താ? ലാമൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ലാമൻറ്റ് എന്ന് പറഞ്ഞാൽ
ടു എക്സ്പ്രസ് സാഡ്നെസ്. എന്താണ് സാഡ്നെസ് എക്സ്പ്രസ് ചെയ്യുക. ലാമെൻറ്റ് എന്ന് പറഞ്ഞാൽ സാഡ്നെസ് എക്സ്പ്രസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഫ്രൂട്ട്ലെസ്. അതുകൊണ്ട് പ്രത്യേകിച്ചൊരു ഉപകാരമില്ല. എന്താ? ടു എക്സ്പ്രസ് ദ സാഡ്നെസ് ഓഫ് അവർ ട്രാജഡീസ്. നമ്മളെ ട്രാജഡീസ് വീണ്ടും വീണ്ടും പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അപ്പോൾ ലാമെൻറ്റ് ഓവർ എന്നാ പറയുക കേട്ടോ. ലാമെൻറ്റ് ഓവർ അവർ ട്രാജഡീസ്. അടുത്തത് കറക്റ്റ് ദ സെൻറ്റൻസ്. ഐ കംപ്ലീറ്റ് മൈ ഹോംവർക്ക് ബിഫോർ മൈ പാരൻസ് അറൈവ്ഡ് എന്നുള്ളതാണ് എന്ത് ചോദ്യം. കറക്റ്റ് ദ സെൻറ്റൻസ് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഐ കംപ്ലീറ്റ് മൈ ഹോംവർക്ക് ബിഫോർ മൈ പാരൻസ് അറൈവ്ഡ്. പാരൻസ് എത്തുന്നതിന് മുന്നേ ഞാനത് കംപ്ലീറ്റ് ചെയ്തു. സോ ഐ ഹാഡ് കംപ്ലീറ്റഡ്. എന്താ പറയുക? ഐ ഹാഡ് കംപ്ലീറ്റഡ്. ബിഫോർ ഐ റീച്ച് ദ സ്റ്റേഷൻ ദ ട്രെയിൻ ഹാഡ് ലെഫ്റ്റ് എന്ന് പറയില്ലേ, അതേപോലെയാണ് പാസ്റ്റ് പെർഫെക്റ്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഐ ഹാഡ് കംപ്ലീറ്റഡ് മൈ വർക്ക് ബിഫോർ മൈ പാരൻസ് അറൈവ്ഡ്. ഹി വാസ് ലക്കി ഡാഷ് ബിഫോർ ദ ആക്സിഡൻറ്റ്. ഹി വാസ് ലക്കി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കണം, ഇവിടെ സബ്ജക്റ്റ് അല്ല ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അവൻ ആണ്, ലക്കി ആകപ്പെട്ടു എന്നുള്ളതാണ് പറയുന്നത്, അല്ലെങ്കിൽ ഭാഗ്യവാനാകപ്പെട്ടു അങ്ങനെയാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇതൊരു പാസീവ് ഫോർമാറ്റ് ആണ്. പാസീവ് ആണെങ്കിൽ അതിനകത്ത് എന്ത് വേണം? V3 ഫോം വേണം, ബി ഫോം വേണം, B3 ഫോം വേണം. അപ്പോൾ തന്നിരിക്കുന്നതിൽ ബി ഫോമും B3 ഫോമുമായിട്ടുള്ള ഏതേ ഉള്ളൂ? ടു ഹാവ് ബീൻ സേവ്ഡ്. ഹി വാസ് ലക്കി ടു ഹാവ് ബീൻ സേവ്ഡ് ബിഫോർ ദ ആക്സിഡൻറ്റ്. മനസ്സിലായോ? ഹി വാസ് ലക്കി ടു ഹാവ് ബീൻ സേവ്ഡ് എന്നുള്ളതാണ് എന്ത് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇനി സുരേഷ് ഈസ് ഡാഷ് സ്കിൽഫുൾ ഇൻ ഹിസ് വർക്ക് ദാൻ ഹിസ് ഫ്രണ്ട് കാർത്തിക്. ഇവിടെ കമ്പാരിറ്റീവ് ഡിഗ്രിയാണ് തന്നിട്ടുള്ളത്. സുരേഷ് ഈസ് മോർ സ്കിൽഫുൾ എന്നുള്ളതാണ് യൂസ് ചെയ്യേണ്ടത്. സുരേഷ് ഈസ് മോർ സ്കിൽഫുൾ ഇൻ ദിസ് വർക്ക് ദാൻ ഹിസ് ഫ്രണ്ട് കാർത്തിക്. രണ്ടുപേരെ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കമ്പാരിറ്റീവ് ഡിഗ്രി യൂസ് ചെയ്യുക. അപ്പോൾ മോർ സ്കിൽഫുൾ എന്നുള്ളതാണ് ഇവിടുത്തെ കമ്പാരിറ്റീവ് ഡിഗ്രി. അടുത്തത് ആഡ് സ്യൂട്ടബിൾ ക്വസ്റ്റ്യൻ ടാഗ് എന്നാണ് ചോദ്യം. ഷീ ബെയർലി സ്പോക്ക് ടു രമേഷ് ഡ്യൂറിങ് ദ ലഞ്ച് ടൈം. ഷീ ബെയർലി സ്പോക്ക് ടു രമേഷ് ഡ്യൂറിങ് ദ ലഞ്ച് ടൈം. ബെയർലി എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് സെൻറ്റൻസ് ആണ്. അതുകൊണ്ട് നമ്മുടെ ടാഗ് എന്തായിരിക്കണം? പോസിറ്റീവ് ആയിരിക്കണം. സോ ഡിഡ് ഷീ. സ്പോക്ക് വന്നതുകൊണ്ട് സ്പീക്ക് സ്പോക്ക് സ്പോക്കണല്ലേ. അപ്പോൾ ഡിഡ് ഷീ ആണ് എന്ത് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. അടുത്തത് ക്വസ്റ്റ്യനിലൊരു മിസ്റ്റേക്ക് ഉണ്ട്. സോ അത് ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ല. ദ വേർഡ് ദാറ്റ് ഈസ് ദ സെയിം സിനോണിം ഓഫ് പ്രൂഡൻറ്റ്. പ്രൂഡൻറ്റിന് സെയിം ആയിട്ടുള്ള സിനോണിം ഉള്ള വേർഡ് ഏതാണെന്നാണ് ചോദിച്ചത്. ചോദ്യം എന്താണ്? ഡിസ്ക്രീറ്റ് എന്നാണ്. ആൻസർ എന്താണ്? ഡിസ്ക്രീറ്റ് എന്നാണ്. അതായത് പ്രൂഡൻറ്റ് എന്നുള്ളതിനോട് സിമിലർ ആയിട്ടുള്ളത് ഡിസ്ക്രീറ്റ് ആണ്. വിവേകമുള്ള. പ്രൂഡൻറ്റ് എന്ന് പറഞ്ഞാൽ വിവേകമുള്ള എന്നുള്ളതാണ് അർത്ഥം. വിവേകം. പ്രൂഡൻറ്റ് വിവേകം. മറ്റേ ഡിസ്ക്രീറ്റ് എന്ന് പറഞ്ഞാലോ വകതിരിവ്. ഡിസ്ക്രീറ്റ് എന്ന് പറഞ്ഞാൽ വകതിരിവ്. മറ്റത് പ്രൂഡൻറ്റ് എന്ന് പറഞ്ഞാൽ വിവേകം. ഓക്കെ. ദ വേർഡ് ദാറ്റ് ഈസ് ദ ആൻറ്റോണിയം ഓഫ് അക്വിറ്റ്. അക്വിറ്റ് എന്നുള്ളതിൻ്റെ പദത്തിന് വിപരീതമായിട്ടുള്ള ആൻറ്റോണിയം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അക്വിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കുറ്റവിമുക്തനാക്കുക. എന്താണ്? കുറ്റവിമുക്തനാക്കപ്പെടുക. അക്വിറ്റ് എന്ന് പറഞ്ഞാൽ കുറ്റവിമുക്തനാണ് അക്വിറ്റ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ആൻറ്റോണിയം എന്ത് വരും? കുറ്റപ്പെടുത്തുക. അതായത് കണ്ടം എന്നാണ് ആൻസർ. കണ്ടം എന്ന് പറഞ്ഞാൽ കുറ്റപ്പെടുത്തുക. അക്വിറ്റ് കുറ്റവിമുക്തൻ, ക്വിറ്റ് ചെയ്യുക. അക്വിറ്റ് കുറ്റവിമുക്തനാക്കപ്പെട്ടു, അവൻ ഫ്രീ ആയി, കുറ്റവിമുക്തനാണ് അക്വിറ്റ്. എന്നാൽ കണ്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറ്റപ്പെടുത്തുക എന്നുള്ളതാണ് മീനിങ്. ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ്ലി സ്പെൽഡ് വേർഡ്. എന്താ? എൻട്രിപ്രണർ. എൻട്രിപ്രണർ എന്ന സംരംഭകൻ. എൻട്രിപ്രണറിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള മീനിങ് എന്താണ്? ENTREPRENEUR. ENTREPRENEUR. ഒന്നുകൂടി പറയാം. ENTREPRENEUR. എൻട്രിപ്രണർ. ഓക്കെ. അടുത്തത് പ്രൊവൈഡ് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ദ ഫോളോയിങ്. വൺ ഹൂ ഈസ് റീഗെയിനിങ് ഹിസ് ഹെൽത്ത് ആഫ്റ്റർ ആൻ ഇൽനെസ്. ആരാണ്? കോൺവാലസെൻ്റ് ആണ്. ഇൽന് ശേഷം അയാളുടെ ഹെൽത്ത് റീഗെയിൻ ചെയ്യുന്നത് കോൺവാലസെൻ്റ് എന്ന് പറയുന്നു. ഇനി പൂവൽ പ്ലസ് അങ്കി അത് ചേർത്ത് എഴുതിയാൽ എന്ത് വരും? പൂവലങ്കി. പൂവലാങ്കിയല്ല, പൂവാലങ്കിയല്ല, പൂവലോങ്കിയല്ല, പൂവലങ്കി. പൂവൽ പ്ലസ് അങ്കി. മലയാളം നന്നായിട്ട് ശ്രദ്ധിച്ചോളൂ. 10 മാർക്കാണ് മലയാളത്തിന്. ഒരു വേർഡും അല്ലെങ്കിൽ ഒരു പ്രീവിയസ് ക്വസ്റ്റിനും വിട്ടു പോകരുത്. ശ്രദ്ധിക്കുക. പൂവൽ പ്ലസ് അങ്കി ചേർത്ത് എഴുതിയാൽ പൂവലങ്കി. അടുത്തത് ശരിയായ പദം തിരഞ്ഞെടുക്കുക. ആധുനികം, ഇവയൊന്നുമല്ല. ഇവയൊന്നുമല്ല. ഏതാണ്? ആധുനികമാണ് ശരിയായിട്ടുള്ള പദം. ആധുനികമാണോ? അല്ല, അത് തെറ്റാണ്. ആധുനികം ആണ് ശരിയായ പദം. അടുത്തത് ആ ചന്ദ്രതാരം എന്ന ശൈലി കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്?
എക്കാലത്തേക്കും. ആ ചന്ദ്രതാരം എക്കാലത്തേക്കും എന്നാണ് അർത്ഥം. താഴെ പറയുന്നവയിൽ ഇരുട്ടിന്റെ പര്യായം ഏതാണ്? തമിശ്രമാണ്. തമിശ്രമാണെന്ത്? ഇരുട്ട്. ഇരുട്ടെന്ന് പറഞ്ഞാൽ അതിന്റെ പര്യായ പദമായിട്ട് പറയുന്നത് തമിശ്രമാണ്. ശരിയായ വാക്യം: മന്ത്രി അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു. അസന്നിഗ്ധം എങ്ങനെ എഴുതുക? ആ സ നി ധം. ഒന്നുകിൽ ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ സന്നിഗ്ധം ഇങ്ങനെ എഴുതാം. രണ്ട് രീതിയിൽ എഴുതാം. പക്ഷെ ഈ ദാ എന്തുള്ളത്? അത് മാറിപ്പോവരുത്. ഓക്കെ, അപ്പോൾ എ ആണ് ആൻസർ. മന്ത്രി അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു. അടുത്തത് ശരിയായ പദമാണ്. ഏതാണ് ശരിയായ പദം? വാൽമീകമാണ്. വൽമീകമാണ്. വാൽമീകമല്ല, വൽമീകം ആണെന്ത് ശരിയായത്. ബാക്കി നീട്ടവും കുറുക്കും ഒന്നും ഇല്ല കേട്ടോ, ശ്രദ്ധിക്കണേ, തെറ്റിപ്പോവല്ലേ. വൽമീകം. എന്താണ്? വൽമീകം. വൽമീകമാണെന്ത് ശരിയായത്. വാൽമീകം നമ്മൾ അറിയാണ്ട് പറഞ്ഞു പോവും, അത് തെറ്റാണ്. വൽമീകമാണ് ശരിയായ പദം. ഒന്നുകൂടി ശ്രദ്ധിച്ചോ, വൽമീകം. അടുത്തത് കരിമ്പുക. കരി പ്ലസ് പുക ആണെന്ത്? കരിമ്പുക. എന്താണ്? കരി പ്ലസ് പുകയാണെന്ത്? കരിമ്പുക. വേൾ പ്ലസ് തു ഏതാ സന്ധി? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു വേൾ പ്ലസ് തു വേട്ടു എന്നുള്ളതാണ് സന്ധി. ആദേശ സന്ധിയാണ്. വേൾ പ്ലസ് തു എന്ന് പറഞ്ഞാൽ അത് ആദേശ സന്ധിക്ക് ഉദാഹരണമാണ്. ആദേശ സന്ധി. വേൾ പ്ലസ് തു വേട്ടു. വേൾ പ്ലസ് തു വേട്ടു. നമ്മൾ എന്ന പദത്തിലെ വചന പ്രത്യയം, ഇത് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ അറിയില്ല കേട്ടോ, അതുകൊണ്ട് ഞാനത് കാര്യമായിട്ട് കുളമാക്കണില്ല. ആർക്കെങ്കിലും ഈ വചന പ്രത്യയം എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ദയവ് ഇത് കമന്റ് ബോക്സിൽ അറിയിക്കുക. എനിക്കിതിനെപ്പറ്റി വലിയ ധാരണയില്ല. അതുകൊണ്ട് ഈ ഓപ്ഷൻ തന്ന പ്രകാരം മകാരവും കൾ എന്ന കാരവും, നമ്മൾ അൾ എനിക്കറിയില്ല, മകാരം കൾകാരം ഇവ രണ്ടും ഉണ്ട് എന്നാണ് പറയുന്നത്. മേൽ പറഞ്ഞവ രണ്ടും എന്നാണ് PSC ആൻസർ തന്നിട്ടുള്ളത്. നമ്മൾ നോക്കി വെച്ചോ, നല്ലോണം നോക്കി വെച്ചോ. നമ്മൾ എന്ന പദത്തിലെ വചന പ്രത്യയം മായും ഉണ്ട്, കൾ എന്നതും പ്രത്യയമാണ് എന്നാണ് എന്ത് ഇവർ പറഞ്ഞിരിക്കുന്നത്, PSC പറഞ്ഞിരിക്കുന്നത്. അടുത്തത് ചങ്ങമ്പുഴ ഒരു നോവൽ എഴുതിയിട്ടുണ്ട്, അപ്പു നെടുങ്ങാടി ഒരു നോവൽ എഴുതിയിട്ടുണ്ട്. ഈ രണ്ട് വാക്യവും ചേർത്ത് എഴുതിയാൽ ശരിയല്ലാത്തതാണ്. ചേർത്ത് എഴുതുന്ന ഒരു ഘടകപദം യൂസ് ചെയ്തിട്ടാണ് രണ്ട് വാക്യങ്ങൾ ചേർത്ത് എഴുതുക. ചങ്ങമ്പുഴയും അപ്പു നെടുങ്ങാടിയും നോവലുകൾ എഴുതിയിട്ടുണ്ട്, ശരി. ചങ്ങമ്പുഴയും അപ്പു നെടുങ്ങാടിയും ഓരോ നോവൽ എഴുതിയിട്ടുണ്ട്, അത് ശരിയാണ്. ചങ്ങമ്പുഴയും അപ്പു നെടുങ്ങാടിയും നോവൽ എഴുതിയിട്ടുണ്ട്, അതും ശരിയാണ്. ചങ്ങമ്പുഴ അപ്പു നെടുങ്ങാടി നോവലുകൾ എഴുതിയിട്ടുണ്ട്, അത് തെറ്റാണ്. ഒരു ഘടകപദം വേണം രണ്ടും കൂട്ടി യോജിപ്പിക്കാൻ, അല്ലേ? സോ ഇനി അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം.